മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം കൂടെ ദാനമായി നൽകി തന്നല്ലോ. നമ്മുടെ യാത്രയിലൊക്കെ കൂടെ ഇരുന്നു, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന കർത്താവ് തന്നിരിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് കടന്നു വരുവാനുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഇന്ന് ലഭിക്കത്തക്കവണ്ണം പ്രാർത്ഥനയിലായിരിക്കാം. ഇപ്പോൾ മറിയാമ്മ തോമസ് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ക്രിസ്തുയേശു കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്പിതാവേ, കർത്താവേ, നല്ല ഉച്ചയായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ കർത്താവേ വിശുദ്ധ ദിവസം വീണ്ടും അടിയങ്ങൾക്ക് നിന്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിലെ അടിയങ്ങൾക്ക് ദേവാലയത്തിൽ പോകുവാന് കർത്താവേ വീണ്ടും വന്ന് ഈ ഫ്രൈഡേ ഫാസ്റ്റ് മേഖലയിൽ സംബന്ധിക്കുവാനൊക്കെ അവിടുന്ന് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ സാന്നിധ്യം വാസ്തവമായി ഈ മീറ്റിങ്ങിലുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും പരിപാലിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ആപത്തനർത്ഥങ്ങളൊക്കെയും വിടുവിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഈ മറ്റൊരു മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആളുകൾ കടന്നു വരുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ മീറ്റിങ്ങിന് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകുക എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ചാ, അവിടെ സാന്നിധ്യം ഇപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നല്ലോ. കഴിഞ്ഞ 11 മാസം അടിയങ്ങളെ അതിശയമായി കാത്തല്ലോ, പരിപാലിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഈ സമയത്ത് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോഴേ പുതിയ കർത്താവേ ചിന്തകളോടെ, പുതിയ സമർപ്പണത്തോടെ കർത്താവേ പുതുവത്സരത്തിലേക്ക് കടക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കർത്താവേ, ഈ മാസം ദൈവമേ ഞങ്ങളുടെ യേശുക്രിസ്തു ജനിച്ച മാസമാണല്ലോ കർത്താവേ. ആ ജനന പെരുന്നാളിന്റെ കർത്താവേ ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. അതൊക്കെ കർത്താവേ ദൈവമേ വളരെ സമർപ്പണത്തോടെ, വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ അതിലൊക്കെ സംബന്ധിക്കുവാനൊക്കെ ഞങ്ങൾക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവായ ദൈവമേ. ഈ സമയത്ത് ഞങ്ങളുടെ ഫ്രൈഡേ ഫാസ്റ്റ് പറഞ്ഞ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബേക്കുട്ടി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും അതിന് നേതൃത്വം നൽകുവാൻ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഗുരുദാസിന് കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഇവിടെ നേതൃത്വം നൽകുന്ന മക്കളെയും നിന്റെ കരങ്ങളിൽ വെക്കുന്നു കർത്താവേ. ഇത്രത്തോളം ആളുകളൊക്കെയും കടന്നു വരുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. സ്തോത്രം. കൂടുതൽ ആളുകൾ കടന്നു വന്ന് കർത്താവേ ഈ ശുശ്രൂഷ ഏറ്റവും മഹത്വമുള്ളതാക്കി തീർക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ. ഈ സമയത്ത് ഞങ്ങളുടെ നീ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കോറിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കുഞ്ഞുങ്ങളൊക്കെ ഈ ജോലി തിരക്കിന്റെ ഇടയിലും കർത്താവെ ഓടി വന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന നല്ല മനസ്സിനായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവർ പാടുമ്പോൾ അവരോട് ചേർന്ന് അടിയങ്ങൾക്കും പാടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൈകാര്യം ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സജിയെ ലിജോയോർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സമർപ്പണത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, സമയത്ത് കർത്താവെ ഇന്നടിയങ്ങൾക്ക് വചനവുമായി കടന്നു വരുന്ന ദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ ദാസിന്റെ ശുശ്രൂഷയൊക്കെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോ ശുശ്രൂഷയും ദൈവനാമ മഹത്വത്തിനായി തീരുന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നടിയങ്ങൾക്ക് ആവശ്യമായ ദൂത് കർത്താവെ പ്രിയമനിൽ കൂടി ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദാസനെ അവിടുന്ന് നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ കൂടി ഒന്ന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനും ഓഫ്ലൈനിലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, കർത്താവെ നിന്റെ സന്നിധിയിരിക്കുമ്പോഴേ ആ സന്നിധി ബോധം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വാസ്തവമായി നിന്നെ സ്തുതിക്കുവാനും നിന്നെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനൊക്കെ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ എല്ലാ ആഴ്ചയിലും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ.
അവർക്കൊക്കെ നീ അവിടുന്ന് സൗഖ്യമൊക്കെയും കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. അനേക ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ, അവരെയൊക്കെ വീണ്ടും ഞങ്ങൾ മധ്യസ്ഥ ചെയ്യുമ്പോൾ ആ ദാസനോട് ചേർന്ന് ഞങ്ങൾക്കും കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അല്പസമയങ്ങൾ നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സന്നിധി ബോധം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ കൃപ ഉണ്ടായിരിക്കണം, അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കൂട്ടായ്മയായി കൂടുവാൻ വലിയവനായ ദൈവം നമുക്ക് അനുവദിച്ച ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാരംഭമായിട്ട് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കൂട്ടായ്മയിൽ അല്പസമയം ആയിരിക്കുമ്പോൾ, അതിനെ സൂക്ഷിക്കുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നടക്കുമ്പോൾ, കർത്താവേ സകലത്തിൻ്റെ ഞങ്ങളുടെ ഒരു കൃപ, ഞങ്ങളുടെ ഒരു സാന്നിധ്യം, ആ കർത്താവിന്റെ സാന്നിധ്യം ഭവനത്തിൽ ഈ ഹോളിനുള്ളിൽ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യാം. ചേറ്റിലല്ലയോ കിടന്നതെന്ന് ഓർത്ത് നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന്, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതങ്ങളൊക്കെ നമുക്കൊന്ന് ഓർക്കാം. ഹല്ലേലൂയ. പാപികളെ തേടി വന്ന യേശു രക്ഷകർ ഇന്നും കർത്താവേ നമ്മുടെ മധ്യേ ഉള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ചേർന്ന് ഒരു പ്രാരംഭകാലം പാടി നോക്കപ്പെടുത്താം. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത യേശുവിനെ. ും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ വന്ദിക്കേ
സങ്കീർത്തനം 45 നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. Psalms 45. My heart is stirred by a noble theme as I recite my verses for the king. My tongue is the pen of a skillful writer. നീ മനുഷ്യപുത്രന്മാരിൽ അത് സുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. Gird your sword on your side, your mighty one. Clothe yourself with splendor and majesty. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിനെ നീ മഹിമയുടെ യഥാർത്ഥനായി വാങ്ങനി വരെ എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. Let your sharp arrows pierce the hearts of the king's enemies. Let the nations fall beneath your feet. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു. ന്യായത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. You love righteousness and hate wickedness. Therefore, God your God has set you above your companions. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദ്രവും വിഭാഗം കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ത്രങ്ങളിൽ നിന്ന് കവിതാവ് നിന്നെ സന്തോഷിപ്പിക്കുന്നു. Daughters of kings are among your honored women. At your right hand is the royal bride in gold of Ophir. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിചായിക്ക, സ്വജനത്തെയും നിന്റെ ഭുവനത്തെയും മറക്ക. Let the king be enthralled by your beauty. Honor him, for he is your Lord. ജനത്തിന് നന്മന്മാർ തന്നെ കാഴ്ച നിന്റെ മോപസാദം തേടും. All glorious is the princess within her chamber. Her gown is interwoven with gold. അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജധാനിയിൽ കൊണ്ടുവരും. അവൾ തോഴിമാരായി കൂടെ നടക്കുന്ന അനിമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. Let in with joy and gladness they enter the palace of the king. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഒരുമിച്ച് വായിക്കാം. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലേക്കും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികളിൽ നിന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. 45 സങ്കീർത്തനം, ഇതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സാംസ് ഓഫ് സൺസ് ഓഫ് കോറ. ആൻഡ് ഇത് ഒരു വെഡിങ് സോങ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ടൈറ്റിൽ. നമ്മൾ ബൈബിൾ, വെൻ വി ലുക്ക് അറ്റ് ദ ബൈബിൾ, നമുക്ക് നോക്കാം. ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് ഗോഡ് ദ ഫാദർ ലുക്കിംഗ് ഫോർ എ ബ്രൈഡ് ഫോർ ഹിസ് സൺ. അതാണ് വി ക്യാൻ സേ ബൈബിൾ ഇസ് ദാറ്റ്, ആൻഡ് വി സീ that കുഞ്ഞാടിന്റെ കല്യാണം in Revelation. So God the Father is looking for a bride for his son. So why I am saying this, I will tell you. Ee Sankirtanam is about a love song, about a song of a wedding. Ee Sankirtanam actually ഇത് നോക്കുവാണെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത്, ഇത് സ്കോളേഴ്സ് പറയുന്നത്, ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്, ഇറ്റ് ഹാസ് എ പ്രൊഫറ്റിക് സാം. ഇറ്റ്സ് എ മെസ്സിയാനിക് സാം പോയിന്റിംഗ് ടുവേർഡ്സ് ജീസസ് ആൻഡ് ദ ബ്രൈഡ്. നമ്മൾ എല്ലാ പ്രൊഫറ്റിക് സാം നോക്കുവാണെങ്കിൽ അതിന്റെ ഡുവൽ പർപ്പസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ മീനിങ് ആ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് എന്തോ കോണ്ടെക്സ്റ്റിലാണ് അത് ഉണ്ട്. Then there is a spiritual meaning to that, other prophetic meaning. Immediate context നോക്കുമ്പോൾ ഇതൊരു വെഡിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. This is song telling about the wedding of a king, the earthly king in Israel, and celebrating his marriage and royal bride. ഇതിനകത്ത് ഇത് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇതിനകത്ത് the kingന്റെ ക്യാരക്ടർ, the victories, the splendor, ഇതെല്ലാം ഇതിനകത്ത് ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ടെൽസ് ദ ബ്യൂട്ടി ആൻഡ് ഓണർ ഓഫ് ദ ബ്രൈഡ്. നമ്മൾ എന്നാൽ we know that 2 Samuel, I'm not going to read it because of the time. 2 Samuel chapter 7 ദൈവം ദാവീദിനോട് പറഞ്ഞത്, when he says, when his days are over, God would raise up his offspring to succeed him and he would establish his kingdom forever. This promise, in the New Testament, we know that this is referring to Jesus Christ, the kingdom who is going to be there forever, the descendant of David, whose kingdom is going to be there forever. And then when we read the Psalms,
we can make out, what the Bible scholar says, that we can relate it. It's for Jesus Christ and Christuvinte Manavati Sabha Church. It is referring to that. Let's, this whole chapter, 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ it is addressing the king, describing the majesty and his righteousness and all. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അഡ്രസ്സിംഗ് ടു ദ ബ്രൈഡ് ആണ്, ദ ഓണർ ആൻഡ് ഹർ റോൾ. ആൻഡ് 16ഉം 17ഉം വാക്യം ഇസ് എ ബ്ലെസ്സിങ് അപ്പോൺ ദ കിങ്സ് ഡിസെൻഡൻസ്, തലമുറകൾക്കുള്ള അനുഗ്രഹം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് ഗോ വേഴ്സ് ബൈ വേഴ്സ്. 1ാമത്തെ വേഴ്സിൽ എഴുതിക്കുന്ന റൈറ്റർ ഇസ് കമ്പോസിങ് എ സോങ്. ഹി സേസ്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. He starts like that. So എന്റെ ഹൃദയം, it's actually starts, the worship actually starts from the heart. നമുക്ക് when we are singing song, we can look at the song lyrics, we can match with the the tune and all those things. എന്നാൽ നമുക്ക് in our life, when God, നമ്മളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നമുക്ക് when we know that what God has done for us, ആ സന്തോഷം is different. And when we praise God, when we worship, ആ സമയത്ത് the choir master is the Holy Spirit, and that is different. It's completely different. I remember 2-3 years back, ecumenical choir നടന്നപ്പോൾ പള്ളിയിൽ there was an Ethiopian team who was singing. We didn't understand anything. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഏത് ലാംഗ്വേജ് ആ പറയുന്നത്. But it was filled with the Holy Spirit, the way they were singing it. Anyway, so ഇത് പറയുന്നത് that it comes from the heart. The second thing പറയുന്നത്, 2ാമത്തെ പറയുന്നത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ ആകുന്നു. The pen of a skillful writer. So 2 things he's saying, heart and the pen. So what he's saying is, you need the heart, the passion to worship, and the precision of a pen to worship. 2 things, passion and precision. That is what tells in the first verse. 2ാമത്തെ വേഴ്സിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് about the king. അത് പറഞ്ഞിരിക്കുന്നത്, നീ മനുഷ്യൽ ഏറ്റവും ശ്രേഷ്ഠവൻ. സെക്കൻഡ്, നിന്റെ അധരങ്ങൾ കൃപയാൽ അഭിഷേകം ലഭിച്ചിട്ടുണ്ട്. 3ാമത്തെ പറയുന്നത്, ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ച് ഇരിക്കുന്നു. These are the 3 things that the psalm is telling through verse 2. And when we look at ഈ 3 ക്വാളിറ്റി ആർക്കാണുള്ളത്, we can see that it's in Jesus Christ. Yeah. Let's go verse forward. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് കിങ്ങിനെ ഒരു യോദ്ധാവായിട്ടാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ സമയത്ത് ഇസ്രായേൽ അല്ല, അന്നത്തെ സമയത്തെ രാജാക്കന്മാരുടെ വൺ ഓഫ് ദ തിങ് വാസ് ദാറ്റ് അവരൊരു യോദ്ധാവായിരിക്കണം. ബിക്കോസ് അറ്റാക്സ് വെർ ഹാപ്പനിങ് കണ്ടിന്യൂസ്ലി. ദ കിങ് ഹാസ് ടു ബി എ വാരിയർ, ഒരു യോദ്ധാവ്. ഇവിടെ എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? സത്യത്തിന്റെയും സൗമ്യതയുടെയും നീതിയുടെയും രക്ഷകനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആസ് എ യോദ്ധാവ്, ആസ് എ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ വേഴ്സിൽ വരുമ്പോൾ ഇറ്റ് സേസ് ദാറ്റ് ദ കിങ്സ് എനിമി അന്ന് അഗെയിൻ ഹിസ്റ്റോറിക്കൽ നോക്കുവാണെങ്കിൽ കിങ്സിന് പല എനിമികളുണ്ട്. ഇസ്രായേലിന്റെ രാജാവിനും പല എനിമികൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ദർ. അത് ഹിസ്റ്റോറിക്കൽ മീനിങ്. ഇന്ന് സ്പിരിച്വൽ മീനിങ് എന്തുവാണ്? ഇന്ന് ഹൂ ഈസ് അവർ എനിമി? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ our enemy is the sin and evil is the enemy. That is what he says in Ephesians chapter 6 verses 12 പറയുന്നത്, our fight is against the spiritual forces of evil. So but we need to understand, the good news is Jesus has already won the ultimate victory on the cross. That is the good news. And when we believe in that, we have that confidence that we will have the eternal life with him. See, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ജീസസിന്റെ 3 ദിവസം, the 3 days in his life is, he was here in this earth for 33 years. He has shown many miracles and all. Of course, അതെല്ലാം ഉണ്ട്. എന്നാൽ 3 ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ദിവസം. ക്രിസ്തു മരിച്ചു, he was buried and he was raised.
I want to emphasize this word. He was raised. He was not risen. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വാക്യങ്ങൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ച് വായിക്കണം. He was raised. God the Father raised him. His resurrection was the ultimate victory of sin and death. അതുകൊണ്ട് റോമൻസിൽ പറയുന്നത്, and if the spirit of him who raised Jesus from the dead is living in you, he who raised Christ from the dead will also give life to your mortal bodies because of the spirit who lives in you. That is what says in Romans chapter 8 and 11. Therefore, believers can experience the freedom from the power of sin. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ it says that ഒരാൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ there is no penalty. ഒരു ശിക്ഷാവിധിയും ഇല്ല, പെനാൽറ്റി ഇല്ല. എന്നാൽ we are here, the power of sin is going to be more. He's going to attack us more. And to fight that, we cannot fight with we need the power of the Holy Spirit. And that is what we are going to get with this. Let's move on to verse 6. Verse 6, very important ആയിട്ടുള്ള ഒരു വാക്യമാണ്. Anybody can say why this is very important? Anyway, I will, let me tell. ഇവിടെയാണ്, the verse 6 is very crucial because here the king is addressed as God. The king is addressed as God here in the ആറാമത്തെ വാക്യത്തിൽ. In this verse, ഇവിടെ പറയുന്നത് God's ultimate plan, ultimate fulfillment. ഇവിടെ പറയുന്നത് your throne, O God, will last forever and ever. A scepter of justice will be the scepter of your kingdom. That is how the verse 6 is. He's addressed as God. That is what we can go and read at home. Hebrews chapter 1, 8 and 9. Same thing. We can go and read over there. Let's move to the 7th verse. 7th verse says, is focusing the character of God. ദൈവത്തിന്റെ character, the character of the king, sorry. The king in the character ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. This verse tells, you love righteousness and you hate wickedness. Therefore, God has set you above your companion by anointing you with the oil of joy. Therefore, you have been anointed. അതാണ് പറയുന്നത്. Because you love righteousness and you hate, because നമ്മളെ എല്ലാവരും ദൈവം ഓരോ സ്ഥലത്തിലല്ല, we all are working, we are maybe different profession, different business or whatever. നമുക്കും പല, there is a lot of temptation, for wrong things. Are we loving righteousness and are we hating wickedness? If we have that, we are going to be anointed also. God will bless us. That is what I can say here. Let's move to 8 and 9 verse. എട്ടാമത്തെ വേഴ്സിൽ പറയുന്നത് എട്ടാമത്തെ വേഴ്സ് talks about fragrant robes, ivory palaces, music and strings. 9th വേഴ്സിൽ പറയുന്നത് talks about daughters of kings, royal bride. Now, these verse പറയുന്നത് എന്തോ, king is surrounded ചുറ്റിലും luxury, beauty, joy, honor. That is what he's saying. And at the side is the bride. This symbolizes Christ in the kingdom with all this, and there is a special place for the church, for us, for the believers at his next to him. The reference to the royal bride is given ഒരു ഗോൾഡിന്റെ സിംബലൈസ് ചെയ്ത്, ഗോൾഡിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് ആ വേഴ്സിൽ ഗോൾഡ് വാക്ക് ഉപയോഗിക്കുന്നത് that actually symbolizes purity. Gold goes through a lot of purity process, difficult process, and then it becomes gold. And adana ivide gold udeshikunathu. It tells about the purity. Let's move to the next section. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ബ്രൈഡിനെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ബ്രൈഡ്. Now, and the role of the bride. ഇവിടെ 10th and 11th verse says, listen, daughter, and pay careful attention. Forget your people and your father's house. Let the king be enthralled by the beauty. Honor him, for he is your Lord. See, ഒരു വിവാഹം നടക്കുമ്പോൾ what exactly happens? ഇന്ന് ഒരു വിവാഹം നടക്കുമ്പോൾ the girl leaves the father's
her father's house. And ഹസ്ബൻഡിനോട് ചേരുവാണ്. യുനോ ദാറ്റ് ഫാദറിന്റെ വീട് വിട്ടിട്ട് ഹസ്ബൻഡിനോട് ചേരുവാണ്. എക്സാക്ട്ലി ദ സെയിം തിങ് വി ഹാവ് ടു അപ്ലൈ ദ സെയിം പ്രിൻസിപ്പിൾ. വി നീഡ് ടു ലീവ് അവർ വേൾഡ്ലി worldly what do you call the worldly life, and we join with Christ. That's the same meaning ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Verse 12 says Tyre, a wealthy city, Tyre ഒരു wealthy city ആണ്. that nation will honor the bride. So symbolically പറയുന്നത് the nation, the വലിയ wealthy ആയുള്ള nations in future will know Christ. A day will be coming like that. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, it talks about the church's purity and beauty. ഇവിടെയും പറയുന്നത്, this passage gives a picture of a royal bride, beautifully dressed. This is a സാധാരണ ഒരു കല്യാണത്തിന് bride is beautifully dressed, again gown of gold. Again, it's about purity, and joyfully entering the king's palace. So the question is that, the same thing, spiritual meaning when we take it, same spiritual meaning എടുക്കുവാണെങ്കിൽ, the bride symbolizes church of believers, and beautifully dressed in what? In the righteousness of Christ. And ഈ ബ്യൂട്ടി വരുന്നത്, ഇറ്റ്സ് when Christ comes in our life, when there is a inner transformation that happens in us. നമ്മളുടെ ഉള്ളിൽ ഒരു inner transformation വരുമ്പോൾ ഒരു ഡിഫറെന്റ് ബ്യൂട്ടിയാണ്. there is a radiant ആണ്, നമ്മുടെ face will be radiant. That is what inner beauty ആണ്. It's talking about not the outer beauty, it's talking about the inner beauty, over here. Let's move on the last two verses, 16 and 17. It's about generation and eternal praise. His name will be praised forever, and people from every nation will honor him. Every nation will be honoring him. A time will be coming, and this is the fulfillment of the word which I said, that he will be ruling forever. And this is the ultimate fulfillment of God's plan through salvation, through Christ. His name will be praised through generation. So if the name has to be praised, generation ingane praise aanengil, then it is our responsibility to tell this to our children to their children. So this has to go on like that. The message of Christ has to go on like that. And that's what the whole Bible, this Psalms, has a immediate ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട്, എന്നാൽ ഇതിൻ്റെ ഒരു സ്പിരിച്വലായ ഒരു മീനിങ്ങും ഉണ്ട്. I want to end this psalm with a question. ഞാൻ ആദ്യമേ പറഞ്ഞു, the Bible is it's like a story where God the Father is looking for a bride. The question is for all of us, including me, are we ready to be his bride? Are we waiting eagerly for his second coming? Amen. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ധ്യാനിപ്പാനിടയായല്ലോ. ഹല്ലേലൂയ. പ്രിയ ബിജു സഹോദരൻ നമ്മളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന മണവാളനിൽ ഹല്ലേലൂയ നാം മണവാട്ടിയായി ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആണ്ടിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെയും ദൈവം അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം. നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആയിരിക്കാൻ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുകയാണല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ ഞരക്കങ്ങളെ, നമ്മുടെ നൊമ്പരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ ദൈവം ഇടയാക്കി. പ്രഭാതത്തിലെ ആരാധനയ്ക്ക് ശേഷം ഹല്ലേലൂയ നമുക്ക് കൂട്ടായ്മയായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ മുഖാന്തരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം.
ഇത്രത്തോളം ഹോവ സഹായിച്ച് ഇത്രത്തോളം വഴി നടത്തി. വാഗ്ദത്ത പ്രകാരം 2-3 പേർ കൂടി നടത്തി അതിൻ്റെ മധ്യേ കടന്നു വരുന്ന വാഗ്ദത്തം പറഞ്ഞ ദൈവം, ഹാലേലുയ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യേ ഉള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹാലേലുയ, ഈ ദിവസങ്ങളിൽ ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ അനുഭവമായി തീരട്ടെ. ഹാലേലുയ, സ്തോത്രം. ഹാലേലുയ, എത്രയോ പേർ ഹാലേലുയ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, പ്രായം കൂടിയവർ, സമപ്രായക്കാരൊക്കെ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോൾ, എത്രയോ പേർ രോഗികളായി തീർന്നപ്പോൾ, ഹാലേലുയ, ഒരു യോഗ്യതയും അർഹതയില്ലാത്ത നമ്മളെ കർത്താവ് പരിപാലിച്ചത് ഓർത്ത് ഹാലേലുയ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹാലേലുയ, ഹാലേലുയ, അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുള്ളെന്ന് പറയുവാൻ കർത്താവ് ഒരവസരം കൊടുത്ത് തന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹാലേലുയ, സ്തോത്രം. ഹാലേലുയ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ഹല്ലേലൂയ, ഒരു കൂട്ടായ്മയോടെ നമുക്ക് തന്നു ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നിലനിർത്താം. കഴിഞ്ഞ 39 വർഷക്കാലമായി ഈ ദേശത്ത് ഹല്ലേലൂയ സഭാഭേദമന്യേ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവിടെയാക്കിയ മുഖാന്തരത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഇന്ന് ശുശ്രൂഷയിൽ ഓഫ്ലൈനായും ഓൺലൈനുമായും സംബന്ധിക്കുന്ന എല്ലാ ഹല്ലേലൂയ ദൈവമക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നൊമ്പരത്തോടെ, ഭാരത്തോടെ, വേദനയോടെ നമ്മുടെ മധ്യത്തിലായിരിക്കും അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ മധ്യാഹ്നത്തിൽ ഭാരം ഒഴിഞ്ഞവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്ന് മടങ്ങിപ്പോവാൻ സ്വർഗത്തെ ദൈവമേ ഇടയാക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, താവേ ഞങ്ങളോട് വ്യക്തമായി, സ്പഷ്ടമായി, ശക്തമായി ഇടപെടുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹാലേലുയ, നന്ദിയോടെ സ്തോത്രം. ശക്തനാകുന്ന ദൈവം, ഹാലേലുയ, നമ്മുടെ നൊമ്പരങ്ങളെ അറിയുന്ന ദൈവം, ഹാലേലുയ, നമ്മുടെ വേദനകൾക്ക് മറുപടി തരുന്ന ദൈവം, ഹാലേലുയ, നന്ദിയോടെ സ്തോത്രം. നമ്മളെ അനുഗ്രഹിച്ചല്ലാതെ ഇന്ന് കടന്നു പോകത്തില്ല. ഹാലേലുയ, അതിനായി ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹാലേലുയ, ഹാലേലുയ, നമുക്ക് ഹാലേലുയ എല്ലാ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹാലേലുയ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ദേശത്തിനായി ഹാലേലുയ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഹാലേലുയ നമുക്ക് ഒരുക്കുന്ന സാവാസത്തിനായി സ്തോത്രം. ഈ ദുബായ് യൂത്ത് ഹോസ്റ്റലിലെ അതോറിറ്റീസിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വരെയും ഹാലേലുയ നമുക്ക് ആരാധിപ്പാൻ അവസരം നന്നോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹാലേലുയ, നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ അസ്വസ്ഥതയോടെ ഭാരത്തോടെ കഴിയുന്നു. പ്രത്യേകിച്ച് സിറിയയുടെ ദേശമൊക്കെ വളരെ യുദ്ധത്തിൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നല്ലോ. ആ ദേശങ്ങൾക്കായൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹാലേലുയ, നന്ദിയോടെ സ്തോത്രം. നമ്മുടെ എല്ലാ ഇടവകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭാഭേദമന്യേ ഹാലേലുയ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ഇടവകളിലൊക്കെ നടക്കുന്ന ക്രിസ്മസ്, ഹാലേലുയ, ന്യൂ ഇയർ എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവയിൽ 14-ാം തീയതി നടക്കുന്ന ആദ്യ കുർബാന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ പൈതൽ നെതാൻ മോന് ഹാലേലുയ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നല്ലോ. ആ പൈതലിനെ ഹാലേലുയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. ഞായറാഴ്ച നടക്കുന്ന നമ്മുടെ ഇടവക ദിനത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹാലേലുയ, ദൈവത്തിൻ്റെ കൃപയായിരിക്കാൻ ദൈവമേ സഹായിക്കുമാറാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഹാലേലുയ, നമ്മുടെ എല്ലാ രോഗികളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ മുട്ടിപ്പായി അനേക രോഗികളെയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അതിന്മേലൊക്കെയും മറുപടി തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ഹാലേലുയ, ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. നന്ദിയോടെ സ്തോത്രം. ഈ 2024 നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ചില രോഗികളുടെ പേര് ഹല്ലേലൂയ ഞാൻ വായിക്കും. നമുക്ക് മുട്ടിപ്പായി ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജസ്റ്റിൻ മോനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്നു. പൈതലിന് അത്ഭുതകരമായ വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഇപ്പോൾ ആരോഗ്യത്തോടെ ഹല്ലേലൂയ ഹാലേലുയ വീണ്ടുകൊണ്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഹാലേലുയ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്ഭുത വിടുതലിനായി സ്തോത്രം. ഇൻഫെക്ഷനിൽ നിന്നും ഹാലേലുയ കാലുകൾക്കുള്ള ബലം ലഭിപ്പാൻ നമുക്ക് പൈതലിനെ കരങ്ങൾ ലഭിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലുയ, സ്തോത്രം. നമ്മുടെ MS കുര്യൻ ബ്രദറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയദാസൻ ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിശ്രമിക്കുന്നു. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് മുഖാന്തരം ഒരുക്കുമാറാണെന്നൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഗിസേസിലുള്ള തമ്പി ബ്രദർ പറഞ്ഞ സ്നേഹിതൻ പീറ്ററിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 2 കാലിലും നീര് വെച്ച് ഭാരത്തോടെ ഇരിക്കുന്നല്ലോ. അപ്രിയദാസന്റെ പൂർണ്ണ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ സംബന്ധിച്ചിട്ടിരിക്കുന്ന ഹല്ലേലൂയ ബോബിക്കായി ഷീബയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബോബി ബ്രദർ ഹല്ലേലൂയ നടുവിൻ്റെ വേദനയായി വളരെ ഭാരത്തോടെ ഈ ഭവനത്തിൽ കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയദാസന്റെ പൂർണ്ണ വിടുതലിനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഷീബയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നല്ലോ. നമ്മൾ അനേക നാളുകളായി പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് അവർക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ
അവർ രണ്ടുപേരും ശാരീരികമായി ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകും. നമുക്ക് മുട്ടിപ്പായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. റോഷനായി പ്രാർത്ഥിക്കാം. വെല്ലൂരിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൂടി കടന്നു പോകുന്നല്ലോ. ദൈവം ഹല്ലേലൂയ അത്ഭുതമായ വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തോമസ് കുട്ടി ബ്രദറിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ ദാസന് ഒരു ബൈക്കിൻ്റെ ആക്സിഡൻ്റായിട്ട് ഹല്ലേലൂയ ഭവനത്തിലെ ദിവസങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പ്ലാസ്റ്റർ എടുത്തു. ഹല്ലേലൂയ പൂർണ്ണമായി നടക്കുവാൻ ദൈവം കാലുകളെ നരിയാണികളെ ഉറപ്പിപ്പാൻ ദൈവകരങ്ങളിൽ പ്രിയ തോമസ് കുട്ടി ബ്രദറിനെ നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയദാസൻ്റെ അനേക ശുശ്രൂഷകൾ ഈ നാളുകളിൽ ഹല്ലേലൂയ ശക്തമായി നടക്കുവേണ്ടി ആവശ്യമുണ്ടല്ലോ. അതിനായി പ്രിയദാസനെ പൂർണ്ണമായി ദൈവം സൗഖ്യപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ മൂത്ത സഹോദരി ബോംബെയിലുള്ള റൂബി എന്ന് പറയുന്ന സഹോദരി ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നു. ഇപ്പോൾ 2 കീമോ കഴിഞ്ഞു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നല്ലോ. സ്തോത്രം. പ്രിയമകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ലീലാമ ജോൺ തോമസിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. USA നമ്മുടെ സജിബ്രദറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഈ പ്രിയമക്കളെയൊക്കെ നമുക്ക് കരങ്ങളിൽ പ്രാർത്ഥിക്കാം. തങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ ലിസിയമ്മയ്ക്കായി പ്രാർത്ഥിക്കാം. പ്രിയ പാപ്പച്ചാനായി പ്രാർത്ഥിക്കാം. ഓമൻ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. സിസ്റ്റർ സൂസൻ ജോൺ ഈപ്പനായി പ്രാർത്ഥിക്കാം. ശാന്തമ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ദൈവങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മിഷൻസ് ഇന്ത്യ നവജീവിത പ്രസ്ഥാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഈ വർഷത്തെ KSB കൺവെൻഷനൊക്കെ അനുഗ്രഹമായി കഴിഞ്ഞ ദിവസം നടക്കുവാൻ സഹായിച്ചു. ഹല്ലേലൂയ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹമാക്കുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോർജ് എം ബ്രദറിനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാൻ. കുടുംബമായിട്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം 30, 60, 100 മേനിയായി അനുഗ്രഹിപ്പാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വയനാട് ഹല്ലേലൂയ ഓൾഡ് ഏജ് ഹോമിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെ ശുശ്രൂഷിക്കുന്ന ഹല്ലേലൂയ പ്രിയ കൃഷ്ണനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൽ വസിക്കുന്ന എല്ലാ സഹോദരിമാരെയും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് നമ്മൾ ഈ 2025 നമ്മൾ 1-ാം തീയതി ആഗ്രഹിക്കുന്ന നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 1-ാം തീയതി രാവിലെ ദൈവസന്നിധിയിൽ നമ്മളെല്ലാ വർഷവും കൂടി വരുന്നതാണല്ലോ. ഈ വർഷവും ഹല്ലേലൂയ ഈ ഹോളിൻ്റെ അകത്ത് നമ്മൾ 1-ാം തീയതി രാവിലെ ഹല്ലേലൂയ 11 മണി മുതൽ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതിന് പലവിധ ആവശ്യങ്ങളുണ്ടല്ലോ. അതിന്മേലൊക്കെ ഹല്ലേലൂയ ദൈവം ഹേമിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ ദൈവമക്കളൊക്കെ അതിനു വേണ്ടി ഒരുങ്ങണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ നമ്മൾ പുതുവർഷം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ആ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനായി ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കണമേ. കടന്നു വരുന്ന അഭിഷക്തനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് പ്രസ്താവിപ്പാൻ, സാക്ഷ്യത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൃപ അനുമാറാണമെന്ന് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തലമുറയ്ക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെയും നാട്ടിലും വിദേശത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ കടന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാമിനേഷനൊക്കെ അടുത്ത് വരുന്നു. ചില കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ബോർഡ് എക്സാമിനേഷൻ 10ഉം 12ഉം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ഹല്ലേലൂയ കർത്താവെ ഉന്നതമായ ജയം അവർക്ക് കൊടുത്ത് അവരുടെ ഭാവി ശോഭനമായി തീരുവാൻ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കാം. അവരാഗ്രഹിക്കുന്ന കോഴ്സിന് അഡ്മിഷനൊക്കെ ലഭിപ്പാൻ കർത്താവ് സഹായിക്കുമാറാണ് എന്നൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവാഞ്ചലിസ്റ്റ് രാജു കുറ്റിക്കാട്ടിലെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയദാസന് ഈ ദേശത്ത് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ ഹല്ലേലൂയ അതിശക്തമായി നിൽക്കുന്ന ഒരു അഭിഷക്തനാണല്ലോ. പ്രിയദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജന്മദിനവും ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഉടയവനോട് നിന്നാണല്ലോ ഞങ്ങൾക്ക് തരുന്ന പുതുവർഷം ഹല്ലേലൂയ അത് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി തരട്ടെ. കുടുംബ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾക്ക് തരുന്ന കുടുംബ ബന്ധത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ചില പേരുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്ക് അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
ഇന്ന് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഗോൾഡ ചെറിയാൻ, ഡോട്ടർ ഓഫ് ചെറിയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജെസിയ, ഡോട്ടർ ഓഫ് കോശി, ഹല്ലേലൂയ, പ്രിയ മകൾക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 15-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലിയാമ ആൻ കോശി, ഡോട്ടർ ഓഫ് റെജി, പ്രിയ ലിയാമയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 14-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന തോമസ് കെ വറി, സൺ ഓഫ് എബി, ഈ പ്രിയ മകനായി പ്രാർത്ഥിക്കാം. 14-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജിബിൻ ചാക്കോ, പ്രിയാസനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 14-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന മേരി ഫിലിപ്പ്, ലേറ്റ് ജോഷുവ ഫിലിപ്പ്, ഹല്ലേലൂയ, പ്രിയമകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 8-ാം തീയതി കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബിജു തോമസ് ആൻഡ് ഷേർലി. 14-ാം തീയതി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ടിജു തോമസ് മാത്യു ആൻഡ് ഷീബ തോമസ്. ഈ 2 പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന കുടുംബജീവിതത്തിലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കൊയറിനായി പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങൾ താല്പര്യത്തോടെ ഹല്ലേലൂയ ആത്മാവിൽ പാടുവാൻ ദൈവമേ അവരെ ശക്തീകരിക്കുമാറാണ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സജീവനായി പ്രാർത്ഥിക്കാം. യുവക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് ശക്തീകരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഇന്നത്തെ കൂടിയൊരു അനുഗ്രഹത്തിനായി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിതമേ സ്വർഗസ്ഥ പിതാവേ, സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം. ആ പാദപീഠത്തിരുന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ കർത്താവെ പുത്രത്വത്തിന് അവകാശം ഞങ്ങൾക്ക് തന്നോർത്ത് സ്തോത്രം. ദൈവമേ, അനേക വിഷയങ്ങൾ അവിടെ സന്നിധിയിൽ സമർപ്പിച്ചല്ലോ. കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട അതിന് മറുപടി അയക്കുന്നത് സ്തോത്രം. കർത്താവെ, ഈ എളിയവർ നിലവിളിച്ച് ഹോ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുതലെയും ഓടുന്ന നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രത്താവേ. ഞങ്ങൾ മധ്യസ്ഥ ചെയ്ത സകല വിഷയത്തിന്മേലും ജയമെടുക്കണമേ. ഞങ്ങൾ കടന്നു വന്ന് വൃഥാവായി പോകാനിടയാകല്ലോ കർത്താവേ. ഞങ്ങളുടെ വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുന്നു കർത്താവേ. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. തുടർന്ന് നടക്കുന്ന ആരാധനയെ അനുഗ്രഹിക്കണമേ. ആത്മാവിൽ സത്യ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നൊമ്പരങ്ങളും ഭാരങ്ങളും ഞങ്ങളുടെ വേദനകളും കർത്താവ് അറിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഇവിടുത്തെ ഞങ്ങളുടെ ദൃഷ്ടി അങ്ങേക്കാണ് കർത്താവെ സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള ഇമ്പശബ്ദത്തിന് ഞങ്ങളെ ഒരുക്കണമേ. ആ ജീവോത്സവത്തിൽ പേരുള്ളവരായി തീരുവാൻ താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ആരാധനയെ ദൈവം വ്യാപരിക്കണം കർത്താവെ. വലിയ കൃപയോടെ അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഇന്ന് മടങ്ങിപ്പോവാൻ സ്വർഗം ഇടയാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഒരു പകൽക്കാലം കൂടി കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വർഷത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് ശേഷം നാം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് വരെ നടത്തിയ ഒരു ദൈവം ഇന്ന് സങ്കീർത്തനത്തിലൂടെ അതിമനോഹരമായി സഹോദരൻ കർത്താവിനെ ധ്യാനിച്ചു. കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനത്തിലൂടെ, പാട്ടിലൂടെ, ധ്യാനത്തിലൂടെ അവൻ നമ്മളോടൊരു ചോദ്യം ചോദിച്ചാണ് നിർത്തിയത്. ഹല്ലേലൂയ. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. നിന്റെ മണവാളൻ വരുവാൻ നാളുകൾ അടുത്തിരിക്കുന്നു. സഭയെ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? സമൂഹമേ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? കുടുംബമേ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? വ്യക്തികളെ, ഹല്ലേലൂയ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. എത്ര വർഷം ജീവിച്ചു എന്നല്ല, ഓ ഹല്ലേലൂയ, എന്തെല്ലാം സമ്പാദിച്ചു എന്നല്ല, മറിച്ച് കർത്താവിന്റെ നാളുകൾ അടുത്തിരിക്കുമ്പോൾ ഓ ആ ഉന്നതിയിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെയും ഹല്ലേലൂയ ഇത് ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് സ്വയമായി ഒന്ന് ചോദിച്ചാട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ഹല്ലേലൂയ അവസാന നാളുകളിലേക്ക് നാം കടക്കുമ്പോൾ പുതിയ വർഷം ഹല്ലേലൂയ എന്റെ യേശുവേ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ഇതുവരെ നടത്തിയ കർത്താവിന്റെ കൃപകൾ ഓർത്തുകൊണ്ട് യേശുവെ സ്വയം ചോദിക്കുവാൻ നാം എത്രമാത്രം ഒരുങ്ങി? ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, നാം എത്രമാത്രം അവനായി ഒരുക്കപ്പെട്ട് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മളോട് സംസാരിച്ചല്ലോ. അതിന്റെ ഹല്ലേലൂയ 7ാമത്തെ വാക്യം എങ്ങനെയാ പറയുന്നത്? നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദൂഷിക്കുന്നു. അതുകൊണ്ട് ദൈവം
നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഏതെല്ലാം അവസരത്തിലൂടെ നാം കടന്നുപോയി, ഭാരത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനയുടെ, രോഗത്തിന്റെ, ദുഃഖത്തിന്റെ തലങ്ങളിലൂടെ നാം കടന്നുപോയപ്പോൾ അവൻ ആനന്ദ തൈലം കുറിച്ച് നമ്മളെ അഭിഷേകം ചെയ്ത് ഹല്ലേലൂയ മാറോട് അണച്ചില്ലേ. അതുകൊണ്ട് ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന ഇടത്തൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ദിവസങ്ങൾ ഹല്ലേലൂയ, ഈ വർഷം കടന്നു പോകുവാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ കരുതിയ ഒരു ദൈവമേ, അപ്പാ ഹല്ലേലൂയ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എന്റെ ജീവിതത്തിന്റെ ഭാഗ്യമായി കാണുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ ഗാനം എന്നോട് ചേർന്ന് ആലപിക്കുവാൻ ശ്രമിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ വരികളെ ഓ ഹല്ലേലൂയ വളരെ അർത്ഥവത്തായി നമ്മളോട് സംസാരിക്കുകയാണ്. യഹോവേ നീ എത്ര നല്ലവൻ, നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുവാൻ, ഓ നിന്നെ സേവിക്കുവാൻ അടിയനെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറയുന്നെങ്കിൽ ഈ പകൽക്കാലം നിന്നെ ഒരു മണവാട്ടിയാക്കി തീർക്കുവാൻ കോണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ ഗാനത്തിന്റെ ഈരടികൾ ഒരുമിച്ച് കർത്താവിന് പാടി ആരാധിക്കാം.
എത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഗാനം കൂടി കരങ്ങൾ അടിച്ചു പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശു. ആ യേശു എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ഒരു പരിഹാരം അവൻ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ കരമടിച്ച് കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ നിന്റെ ഭാരം എന്തുവാകട്ടെ, നിന്റെ വേദന എന്തുവാകട്ടെ, നിന്റെ രോഗം എന്തുവാകട്ടെ, ഓ ഹല്ലേലൂയ, പരിഹാരം നൽകുവാൻ മതിയായ ഒരു കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം നാം അനുഭവിക്കുകയാണ്. വ്യക്തിപരമായി നീ എന്റെ യേശുവിനോട് പറയുമോ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, നീ എനിക്കായി കരുതുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുമോ? എങ്കിൽ ഈ പകൽക്കാലം നിന്നെ വിടുവിക്കാൻ ഒരു കർത്താവ് ഹല്ലേലൂയ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുക. ഹല്ലേലൂയ. ആരാധിക്കാം, കരങ്ങളടിച്ചു പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവിന്റെ കൂടെയുണ്ട്, യേശുവിന്റെ കൂടെയുണ്ട്. അനുകൂലം
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിരുന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിരുന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിരുന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എല്ലാം ആക്കി വെക്കുന്ന ഒരു കർത്താവുണ്ട്. ഓ, എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല കർത്താവെ. ഞാൻ അങ്ങനെ ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം നീ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ അനുഭവിക്കുവാൻ ഒരു പകൽക്കാലം കൂടി നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരുന്ന ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ, ഒരു കൂടിവരവ് ദൈവം നമുക്ക് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ മധ്യേ ബഹുമാനപ്പെട്ട MN ജോർജ് സാറ് കടന്നു വന്നിട്ടുണ്ടല്ലോ. ജോർജ് സാറ് ചില വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കണക്ക് ഒക്ടോബർ മാസം ജോർജ് സാറിൻ്റെ സഹധർമ്മിണി ഈ ലോകത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. ശാരീരികമായ പ്രയാസത്തിൽ കൂടിയൊക്കെ കടന്നു പോവുകയായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം 10 വർഷത്തോളം കാത്തു ശുശ്രൂഷിക്കുവാനൊക്കെയുള്ള അവസരം കൊടുത്തു. ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്നു. ജോർജ് സാറിൻ്റെ തുടർന്നുള്ള ജീവിതവും ശുശ്രൂഷയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോർജ് സാറ് ഒരു മാസത്തോളം മോൻ്റെ കൂടെ ജുബിൻ്റെ കൂടെ ഇവിടെ കാണും. ഒരു ദിവസം നമ്മുടെ മധ്യേ കടന്നു വന്ന് ദൈവവചന ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് സുവിശേഷൻ രാജു കുട്ടിക്കാട്ടിൽ. ബഹുമാനപ്പെട്ട രാജുവിൻ്റെ ശുശ്രൂഷ നിങ്ങളിൽ പലരും കേട്ട് കാണുമല്ലോ. നമ്മുടെ ജിജോ മുത്തേരി അച്ഛൻ്റെ ഇടവകക്കാരനാകുന്നു. ഫാമിലി കൗൺസിലറായിട്ടൊക്കെയാണ് ശുശ്രൂഷ നിറവേറ്റുന്നത്. അഞ്ചൽ ജെറുസലേം മർത്തോമ ചർച്ച് മെമ്പറായി ഇപ്പോൾ ആയിരിക്കുന്നു. കഴിഞ്ഞ 23 വർഷം VBS മിനിസ്ട്രിയിലും സുവിശേഷ കൺവെൻഷനുകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. 2 മക്കളാകുന്നു. മൂത്ത മകളെ ബ്ലസ്സി മാരീഡ് ആകുന്നു. രണ്ടാമത്തെ മകളെ പ്രിൻസി BBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫ് ബിന്ദു രാജു സുവിശേഷയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കൂടാതെ കൗൺസിലിംഗ് ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അഞ്ചൽ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ കുടുംബം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. സ്വകാര്യ സന്ദർശനത്തിന് ദുബൈയിൽ വന്നപ്പോൾ നമ്മളെ അദ്ദേഹത്തെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു. ഇന്ന് കടന്നു വന്നു. വചന ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വചനം പകർന്നു തരത്തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ കത്തുദാസനെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഭവ സമ്പത്തുള്ള പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ വന്ന് ദൈവവചന സൃഷ്ടിക്കായിട്ട് എന്നെ നിയോഗിച്ച എൻ്റെ പൊന്നു കർത്താവിന് 1000 നന്ദി. UAE കൺവെൻഷൻ പരമ്പരയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്. 2 മാസത്തോളം ഇവിടെ നിൽപ്പാൻ ദൈവം തരുന്ന ഭാഗ്യം ലഭിച്ചു. ഡിസംബർ മാസം 14-ാം തീയതി തിരിച്ചു പോകുന്നു. കൂട്ടായ്മയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തതായ കൊയറംഗങ്ങൾ നല്ല ശക്തമായിട്ട് പാടിയപ്പോൾ തീർച്ചയായിട്ട് ആത്മീയമായി നല്ലൊരു അനുഭവം ഇവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ
കേൾപ്പാൻ നിങ്ങളെയും പറയുവാൻ എന്നെയും ദൈവം ശക്തിപ്പെടുത്തും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് അധികം ആൾക്കാരെ ഒന്നും അറിയത്തില്ലെങ്കിലും MG തോമസ് സാറിനോട് നന്ദി അറിയിക്കുന്നു. ഒപ്പം ബേബി ചായൻ നാട്ടിലായിരിക്കുന്നു, അതുപോലെ രാജ് ചായൻ, ജോർജ് ചായൻ, ഇവരൊക്കെ ഇതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വത്തിൽ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതനായ ഞാനിപ്പോൾ താമസിക്കുന്ന അഞ്ചൽ ജെറുസലേം മാർത്തോമ ഇടവ അംഗമായിരുന്ന എബി ചാൻ ദുബായിൽ മാർത്തോപ്പള്ളിയിലാണ്, അവരുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. പ്രിയപ്പെട്ട എബി ചാനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് എന്ത് സംസാരിക്കണം? കാരണം അനുഭവ സമ്പത്തുള്ള പിതാക്കന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു സേവ്യ സംഘത്തിലായിരുന്നുവെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ അധികം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്ന് തീരുമാനമെടുക്കേണ്ടതായ ആവശ്യങ്ങളില്ല. പക്ഷേ എന്നേക്കാൾ ഞാൻ ജനിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവവചനം എടുത്ത് നടന്ന കുറേ അപ്പച്ചന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അല്പസമയം ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തായ വേദവാക്യം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. യാക്കോബ് 2:23 ഒന്ന് വായിച്ച് സഹായിക്കാവോ? നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പേർ പ്രാപിച്ചു. പ്രാർത്ഥിക്കാം. അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ഇമ്പമേറിയ അൻപുള്ള സോരം മുമ്പേ നടന്നു സാധോ കേൾപ്പിക്കേണമേ, മുമ്പേ നടന്നു സാധോ കേൾപ്പിക്കേണമേ, നല്ല ദേവനെ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേ. നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കിടപ്പാടമില്ലാത്ത ലോകം, കിടപ്പാടമുള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങൾ, ഈ നാളുകളിൽ ഞങ്ങളെ ക്ഷേമത്തോടെ നടത്തുന്ന ഉറക്കുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, നിന്നതല്ല കർത്താവെ, നീ ഞങ്ങളെ നിർത്തിയതാണ് കർത്താവെ. ആ ബോധ്യത്തോടുകൂടെ ശിഷ്ടായുസ് മുഴുവനും എൻ്റെ തമ്പുരാനായിട്ട് ഒരുങ്ങിയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനത്തിൻ്റെ മുമ്പിൽ കർത്താവെ വീഴുന്ന ചേമ്പല പോലെ അല്ല കർത്താവെ, ഉണങ്ങിയ സ്പോഞ്ച് പോലെ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. അബ്രഹാം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറി എന്ന ഒരു വാക്യമാണ് പ്രിയപ്പെട്ട ദൈവ വൈദ്യൽ വായിച്ചു കേട്ടത്. നമുക്കറിയാം, നമുക്കെല്ലാം സ്നേഹിതന്മാരുണ്ട്. നമ്മുടെ പ്രായത്തിനും പക്വതയ്ക്കും സ്ഥാനത്തിനും അനുസരിച്ച് ഇഷ്ടം പോലെ സ്നേഹിതന്മാർ നമുക്കുണ്ട്. ഓരോ കാലഘട്ടത്തിലും അനേക സ്നേഹിതന്മാരെ സമ്പാദിച്ചുകൊണ്ടാണ് അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ ഈ സ്നേഹിതന്മാരെ ഒക്കെ നമ്മൾ സമ്പാദിച്ചത് ഒന്നും ധനം കൊടുത്തിട്ടോ നമ്മുടെ സമ്പത്ത് കൊടുത്തുകൊണ്ടല്ല, ജീവിത സാഹചര്യങ്ങളിൽ വന്നു ചേർന്നവരാണ് ഈ സ്നേഹിതന്മാരെല്ലാം. നമുക്കറിയാം, കേരളത്തിലെ കാര്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ്റെ കൂടെ 10 ദിവസം വോട്ട് പിടിക്കാൻ ചെന്നാൽ രാഷ്ട്രീയക്കാരൻ എൻ്റെ കൂട്ടുകാരനായി. അയൽവക്കത്തുള്ള കടയിൽ ഞാൻ സാധനം മേടിച്ച് കടക്കാരൻ്റെ കസ്റ്റമറായി ഞാൻ മാറിയാൽ ആ കടക്കാരൻ്റെ സ്നേഹിതനായി. എൻ്റെ അയൽവക്കത്തുള്ള ഫ്ലാറ്റുമായിട്ടുള്ള നല്ല ബന്ധം ഞാൻ സ്ഥാപിച്ചാൽ ആ ഫ്ലാറ്റിലെ വ്യക്തികളും ഞാനുമായിട്ട് നല്ല സ്നേഹിതനായി. അപ്പോൾ ലോകത്ത് അനേകർ സ്നേഹിതന്മാർ നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് പലവിധമായ സ്നേഹിതന്മാർ നമുക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതനായി നമ്മൾ മാറേണ്ടവരാണ്. കാരണം ഒരു കാലത്ത് പാപം ചെയ്ത് മാറിപ്പോയ ദൈവത്തിൻ്റെ മക്കളെ ദൈവം തമ്പുരാൻ്റെ തൻ്റെ പുത്രനെ നൽകിയിട്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു,
കർത്താവേ, ദൈവമേ, എൻ്റെ പാപ പരിഹാരമായിട്ട് മോശയെ വിട്ടാൽ പോരായിരുന്നോ? എൻ്റെ പാപ പരിഹാരമായിട്ട് ഹാനോക്കിനെ വിട്ടാൽ പോരായിരുന്നോ? എൻ്റെ പാപ പരിഹാരമായിട്ട് ഏലിയാവിനെ വിട്ടാൽ പോരായിരുന്നോ? ഏലിയാവിനെ വിടാതെ, മോശയെ വിടാതെ, ഹാനോക്കിനെ വിടാതെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ ലോകത്തിലേക്ക് വിട്ടു. പഠിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ ലോകം ഞാനും നിങ്ങളും ചെയ്ത പാപത്തിൽ നിന്നും അകന്നുപോയി എന്നെ നേടുവാൻ പുണ്യ രക്തത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പുണ്യരക്തം ആർക്കാണുള്ളത്? ദൈവത്തിന് മാത്രം. ഈ ലോകത്ത് ജനിച്ചവനൊക്കെ പാപ സ്വഭാവമാണ്. ഇതാ അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിന് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ലോകത്ത് ജനിച്ചവനെല്ലാം പാപ സ്വഭാവമുണ്ട്. ഈ ബ്ലഡിൽ കറയുണ്ട്. അപ്പോൾ പുണ്യരക്തം ആർക്കാണ്? യേശുവിന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം ആത്മാവാണ്. ആത്മാവെന്ന ദൈവത്തിന് ശരീരമില്ല. അതുകൊണ്ട് ആത്മാവാകുന്ന ദൈവം വിശുദ്ധ കന്യകാമറിയാമിൽ ജഡമായി വന്ന് ശുദ്ധ രക്തത്തിനുടമയായ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. ആ യേശുവിൻ്റെ ചങ്കിലെ ചോരയാണ് ഞാനും നിങ്ങളും എന്ന് പറഞ്ഞാൽ ആ യാഥാർത്ഥ്യത്തെ മാറിപ്പോകാൻ സാധിക്കത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 1988 തോന്നുന്നു പഠിച്ചൊരു ഒരു പദ്യം ഇങ്ങനെ ഓർമ്മയുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ളൊരു പദ്യമാണ്. ആ പദ്യം ഇങ്ങനെയാണ്: ദേവ നിൻമുറിവിൽ നിന്ന് ഇറ്റു വീഴുന്നൊരു ജീവരക്തത്തിൻ തപ്ത മമോരോ കണികയും. ദേവാ, നിന്റെ മുറിവിൽ നിന്നും ഇറ്റിറ്റു വീണ രക്തത്തുള്ളികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പുത്രനായി യേശുവിനെ എനിക്ക് തന്ന ജീവിതം എനിക്ക് കർത്താവ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തന്നെ മാറുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്ക് ജീവിതത്തിൽ എൻ്റെ യേശുവിൻ്റെ സ്നേഹിതനായി, ദൈവത്തിൻ്റെ സ്നേഹിതനായി എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ? എന്നാൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി. എൻ്റെ ചോദ്യം, എബ്രഹാം, ഹൗ ഹി ബിക്കേം ദ ഫ്രണ്ട് ഓഫ് ദ ഗോഡ്? എങ്ങനെയാണ് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയത്? അത് കാര്യങ്ങൾ പറഞ്ഞ് മാത്രം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയതിന് കാരണം അവൻ്റെ ജീവിതത്തിലെ 3 പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ, ഇവിടുന്ന് പോകുമ്പോൾ ഞാനും ആരാകും? ഞാനും എൻ്റെ തമ്പുരാൻ്റെ സ്നേഹിതനായി മാറും. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറുവാൻ അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ വന്ന 3 പ്രത്യേകതകൾ എന്താണെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, അബ്രഹാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായി ഓർക്കുന്ന 3 കാര്യമാണ്. ഒന്ന്, വിടാൻ പറഞ്ഞപ്പോൾ വിട്ടു, പോകാൻ പറഞ്ഞപ്പോൾ പോയി, തരാൻ പറഞ്ഞപ്പോൾ തന്നു. ഇത് 3ഉം അബ്രഹാം പിതാവിന് വിലപ്പെട്ട ഗുണങ്ങളാണ്. എന്നാൽ അബ്രഹാം പിതാവ് സ്നേഹിതനായി മാറാനുള്ള കാരണം ജീവിതത്തിലെ ചില പ്രത്യേകതകളാണ്. ഒന്നാമത്തെ പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം. അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. മതി. ഒന്ന്, അബ്രഹാം പിതാവിൻ്റെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അബ്രഹാം പിതാവിൻ്റെ ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ടായിരുന്നു. അബ്രഹാം പിതാവിൻ്റെ നാളുകൾക്ക് പ്രത്യേകതയുണ്ട്. തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇന്ന് തലപൊക്കി നോക്കി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന പിതാക്കന്മാർ നമ്മുടെ ഇടയിൽ ഇല്ലാത്തതാണ് ആത്മീയ ലോകത്തെ ഏറ്റവും വലിയ പരാജയം. നെടുമ്പുറം ക്രിസ്തോസ് മാർത്തോമയുടെ മേൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ കിടന്ന ഒരു അപ്പച്ചൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു: സാറേ, എൻ്റെ വീട് കണ്ടോ? ഞാൻ പറഞ്ഞു, അപ്പച്ച, നല്ല വീടാണല്ലോ. സാറേ, ഈ വീടിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ്? സാറേ, 60 വർഷം മുമ്പ് അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾക്ക് 3-4 സമ്പത്തുണ്ടായിരുന്നു. ഒന്നാമത്തെ സമ്പത്ത്, കൊച്ചുളുപ്പാങ്കാലത്ത് ചുരുട്ടി വെച്ച പായ നീർത്തി വെച്ച് അതിൽ മുട്ടുമിൽ നിന്ന് ദൈവം തമ്പുരാനോട് ഏങ്ങലടിക്കുന്ന ഒരു സന്ദർഭം, അത് ഞങ്ങളുടെ സമ്പത്തായിരുന്നു. രണ്ടാമത്തെ സമ്പത്ത്, സന്ധ്യാസമയത്ത് പായിലിരുന്നു കൊണ്ട് നടുവേദനയുള്ള ശരീരവുമായിട്ട് കൈയടിച്ച് തമ്പുരാനോട് സ്തോത്രം പറയുന്ന ഒരു അനുഭവം, അത് ഞങ്ങളുടെ സമ്പത്തായിരുന്നു. മൂന്നാമത്തെ സമ്പത്ത്, ഞങ്ങൾ വയലിൽ പോയി തോട്ടിൽ മീൻ പിടിക്കും, അത് ഞങ്ങളുടെ സമ്പത്തായിരുന്നു. നാലാമത്തെ സമ്പത്ത്, പത്തായത്തിൽ നിറച്ച് നെല്ലുണ്ടായിരുന്നു, അത് ഞങ്ങളുടെ സമ്പത്തായിരുന്നു. പത്തായത്തിലെ നെല്ല്, തോട്ടിലെ മീൻ, അതായത് കൊച്ചു ഉൽപ്പാങ്കാലത്തിലെ കണ്ണുനീര്, രാവിലെ വൈകുന്നേരത്തെ സ്തോത്ര പ്രാർത്ഥന. സാറേ, ഈ 4 അവസ്ഥയുമായി ഞങ്ങൾ ജീവിച്ചു. 50 വർഷം കഴിഞ്ഞു. 50 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഏതെല്ലാം മാർത്തോമക്കാരൻ്റെ വീട്ടിൽ ആൺമക്കളുണ്ടോ അവരെല്ലാം ഇന്ന് പേർഷ്യയിലാണ്.
ഒരു 78 വയസ്സ് 80 വയസ്സ് അപ്പൻ്റെ അനുഭവങ്ങളാണ്. ഒരു കാലത്ത് തലപൊക്കി നോക്കുന്ന അപ്പനെ കുറിച്ച് കേൾക്കുന്നു. തലപൊക്കി നോക്കി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ആ പഴയ കാലങ്ങളിൽ അപ്പൻ്റെ ജീവിതം എടുത്താൽ വളരെ രസകരമായ അനുഭവമായിരുന്നു. കൊച്ചു ഉളുവാങ്കാലത്ത് ചുരുട്ടി വെച്ച പായ നീർത്തി വെച്ചുകൊണ്ട് ഉറക്കപ്പിച്ചോടെ അപ്പനും അമ്മയും പാടും, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയെ. അതിരാവിലെ പക്ഷികൾ ചിലിക്കുന്ന സമയം അപ്പൻ ആ ഇരുട്ടുള്ള രാത്രിയിൽ അപ്പനും അമ്മയും മക്കളും ഇരുന്ന് തമ്പുരാന്റെ മുഖത്ത് നോക്കി പാടുന്നൊരു പാട്ടാണത്. ആ പാട്ട് പാടിയിട്ടേ അപ്പൻ എന്ന് കണ്ടത്തിൽ ഇറങ്ങത്തുള്ളൂ. ആ പാട്ട് പാടി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടാണ് അമ്മ അടുക്കളയിലേക്ക് പോകത്തുള്ളൂ, മക്കൾ സ്കൂളിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. മക്കൾ ഇഷ്ടപ്പെട്ടതായ രീതിയിൽ ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങളില്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കും. വൈകുന്നേരമായാൽ നടുവേദനയുള്ള ശരീരവുമായി കാലുവേദനയുള്ള ശരീരമായി നിലത്തിരുന്നു കൊണ്ട് അവർ അന്ന് പാടും, ഇന്നു പകൽ മുഴുവൻ തന്ന ദൈവമേ നിനക്ക് സ്തോത്രം പാടും. അതിനുശേഷം അപ്പൻ പാടി കഴിഞ്ഞതിന് ശേഷം, ഞങ്ങൾക്കുള്ള കർത്താവേ ഞാനിക നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നീ തിരുമുമ്പിൽ നിൽപ്പാൻ. അതായത് ഞങ്ങൾക്കുള്ള കർത്താവേ ഞാൻ ഇഹലോകത്തെ നിദ്ര ഒഴിഞ്ഞിട്ട് നിന്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് കൃപ തരണം. ആ ദൈവം തമ്പുരാന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി പാടി കിടക്കുകയും ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരപ്പനും അമ്മയും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു, പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തലപൊക്കി അപ്പൻ നോക്കുന്നത് എങ്ങോട്ടാണ്? അപ്പൻ ആദ്യം കിടക്കയിൽ നിന്ന് തലപൊക്കിയാൽ ആദ്യം നോക്കുന്നത് 12 മണിക്കും എനിക്ക് വന്ന വാട്സപ്പിൽ നിന്ന് മെസ്സേജാണ് അപ്പൻ ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിലേക്ക് നോക്കും. എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പൻ ഈ വേദോസം എടുത്ത് ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഇന്ന് പലരും നോട്ടം മാറി. സന്ധ്യാസമയത്ത് ഒരു സമയത്ത് അപ്പൻ പായിട്ട് അമ്മ പായിട്ട് ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന പാടിയ മാർത്തോമക്കാരനായി കുടുംബക്കാരായി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ നോട്ടം സന്ധ്യയ്ക്ക് എങ്ങോട്ടാണ്? നമുക്കറിയാം ദാവീദിന്റെ മൂത്ത പൈതൽ മരിക്കാൻ കാരണം പനി പിടിച്ചല്ല. നാഥാം പ്രവാചകൻ പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചു, പക്ഷെ നീ അറിഞ്ഞിട്ടും തെറ്റ് ചെയ്തുകൊണ്ട് നിന്റെ മൂത്ത പൈതൽ മരിച്ചു പോകും. കാരണം സന്ധ്യാസമയത്ത് പാട്ടുപാടി ആരാധിക്കേണ്ട രാജാവ് തലപൊക്കി പുറത്തോട്ട് നോക്കിയപ്പോൾ മോശമായ കാഴ്ച കണ്ടു. അനേകർ മോശമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് പലവിധമായ കാഴ്ചകൾ കണ്ട് ജീവിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നു, എന്തെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാം തമ്പുരാൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ല. ശിമോൻ പത്രോസിനോട് പറഞ്ഞു, ശിമോൻ പത്രോസ് നീ വലത്തോട്ട് വല വീശാൻ പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞവൻ 7ാം ക്ലാസ്സുകാരനല്ല, മീൻപിടുത്തത്തിൽ PhD എടുത്തവനാണ്. വെള്ളത്തിന്റെ പെരുപ്പം കണ്ടുകൊണ്ട് മീന ഏതാണെന്ന് അറിയുന്നവനാണ്. അവൻ പരാജയപ്പെട്ടു. അവനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം കരയാണ്, കരയിൽ ഒരിക്കലും മീൻ വരാറില്ല, വല കഴുകുന്നോടത്ത് മീൻ വരാറില്ല, നീ അതിൻ്റെ വലതുവശം നീട്ടാൻ പറഞ്ഞു. അവിടെ പെരുത്ത മീൻകൂട്ടം കിട്ടി. അതിലൂടെ ശിമോൻ പത്രോസിന് പഠിച്ചൊരു പാഠമുണ്ട്. ശിമോൻ പത്രോസ്, നിന്റെ PhD കയ്യിലിരിക്കട്ടെ, ഞാൻ തന്നെങ്കിലേ നിനക്ക് ഉള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ ദൈവം തമ്മിൽ അവിടെ ഒരു അവസരം ഒരുക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ആ വലിയ അനുഗ്രഹത്തോടെ ജീവിക്കുന്ന അനേകരെ നമുക്ക് വേദത്തിൽ അറിയാൻ സാധിക്കും. ഹന്ന ആരുടെ മുഖത്ത് നോക്കിയില്ല, തമ്പുരാനെ നോക്കി പിറുപിറുത്തു, തമ്പുരാനെ നോക്കി പ്രാർത്ഥിച്ചു, പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹിതനായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ തലപൊക്കി നോക്കി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാണുവാൻ സാധിക്കണം. ഇന്ന് ഞായറാഴ്ച ദിവസം നമ്മൾ അതിസ്പീഡിൽ ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? എനിക്ക് കിട്ടുന്ന സീറ്റ്, ഏറ്റവും മുന്നിൽ സീറ്റ് കിട്ടണം പള്ളിയിൽ. എനിക്ക് ഇഷ്ടമുള്ള സീറ്റ് കിട്ടണം. ആ ഇഷ്ടമുള്ള സീറ്റ് ഞാൻ കയറിയിരിക്കാൻ ഓടുകയാണ്, അതിസ്പീഡിൽ വാഹനം ഓടുകയാണ്. എന്നാൽ അവിടെ കല്ലറയിൽ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. കല്ലറയിൽ ശിഷ്യന്മാർ ഓടിച്ചെന്ന് ആ കല്ലറ കുനിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വെറും തുണികളാണ്. മറ്റേ ശിഷ്യൻ അതിസ്പീഡിൽ ഓടി, അവൻ കുനിഞ്ഞു നോക്കി, അവനും കണ്ടു വെറും തുണി. 2 ശിഷ്യന്മാർ കുനിഞ്ഞു നോക്കി, തുണി കണ്ട സ്ഥാനത്ത് ഒരു സ്ത്രീ കുനിഞ്ഞു നോക്കിയപ്പോൾ തുണിയല്ല കണ്ടത്. ആ സ്ത്രീ കുനിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ദൈവത്തിന്റെ ദൂതന്മാരെയാണ്. മറിയ കണ്ടത്. ശിഷ്യന്മാർ അതിസ്പീഡിൽ ഓടി കുനിഞ്ഞു നോക്കി. അതേ കല്ലറയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ആലയത്തിലേക്ക് ഓടിപ്പോയാൽ നമ്മൾക്ക് കാണുന്നതും ഈ കത്താത്ത വിളക്കും തിരിയാത്ത ഫാനുമായിരിക്കും. എന്നാൽ ആത്മഭാരത്തോടെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് മറിയ ദൂതന്മാരെ കണ്ടത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാർ കുനിഞ്ഞു നോക്കി തുണി കണ്ടു എന്ന് പറയുന്നിടത്ത് അവിടെ എഴുതിയിരിക്കുന്നു,
മറിയോ പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞു നോക്കി. ആത്മഭാരത്തോടെ ദൈവത്തെ നോക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് ദൈവത്തിന്റെ സ്നേഹിതനായി മാറാൻ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാം പിതാവ് ദിവസത്തിന്റെ പ്രത്യേകത ദൈവത്തെ കണ്ടുണരുന്നതായിരുന്നു. അബ്രഹാം പിതാവിന്റെ രണ്ടാമത്തെ ജീവിതത്തിന്റെ പ്രത്യേകത, ഒന്ന് ദിവസത്തിന്റെ പ്രത്യേക ദൈവ സാന്നിധ്യമുള്ളതായിരുന്നു. ജീവിതത്തിന്റെ പ്രത്യേകത ഇപ്പോൾ വായിച്ചതിന് തൊട്ട് അടുത്ത വാക്ക് 18:2. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്നും അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അതാണ് അബ്രഹാം പിതാവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വിനയമുള്ള ജീവിതമായിരുന്നു. നിലം വരെ കുനിഞ്ഞു. തന്റെ നേരെ വരുന്ന ദൈവത്തിന്റെ മക്കളെ കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്ന് നിലം വരെ കുനിഞ്ഞു. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ് വിനയം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിനയം എന്നത് അച്ചടി ഭാഷകളിൽ മാത്രം കാണപ്പെടുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോസഫ്. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുപ്രായത്തിൽ ഒരു സ്വപ്നം കണ്ട് അതെല്ലാം കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ മാരകമായിട്ടുള്ളതായ വലിയ ഖേദകരമായ അനുഭവങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തൻ്റെ ജ്യേഷ്ഠന്മാർ ആഹാരത്തിനായിട്ട് തൻ്റെ മുമ്പിൽ തല കുനിച്ചു നിന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതായ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം. എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, മറ്റുള്ളവരുടെ കറ്റ എൻ്റെ കറ്റയെ വന്നിച്ചു. ഇതാണ് സ്വപ്നം. ആ സ്വപ്നം കണ്ടതിന്റെ ഫലമായിട്ടാണ് ഈ ജോസഫ് വളരെ ദയനീയമായ അവസ്ഥയിലൂടെ കടന്നുപോയത്. എന്നാൽ തൻ്റെ സഹോദരങ്ങൾ തൻ്റെ മുമ്പിൽ വന്നപ്പോൾ അകത്തുപോയി എന്തെങ്കിലും മാരകായുധങ്ങൾ എടുത്ത് ഈ ജ്യേഷ്ഠന്മാരെ നശിപ്പിക്കേണ്ടതായിരുന്നു. കാരണം എൻ്റെ നല്ല അപ്പം തന്ന ഉടുപ്പ് നശിപ്പിച്ചവൻ, എന്നെ പൊട്ടക്കിണറിൽ ഇട്ട് കളഞ്ഞവൻ, അപ്പൻ്റെ സ്നേഹത്തിൽ നിന്നും അകറ്റി കളഞ്ഞവൻ, അങ്ങനെ തൻ്റെ എല്ലാമായ ജീവിതത്തിൽ എല്ലാ അഡ്രസ്സും നശിപ്പിച്ച തൻ്റെ സഹോദരങ്ങൾ മുന്നിൽ വന്നപ്പോൾ അവരോട് പ്രതികാരം ചെയ്യേണ്ട ജോസഫ് അകത്ത് കയറി പൊട്ടിക്കരഞ്ഞു. കർത്താവേ, എൻ്റെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. നമുക്ക് ക്ഷാമം വരുമെന്ന് കണ്ടുകൊണ്ട് ദൈവം അതിനു മുന്നമേ എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. ആർക്ക് പറയാൻ സാധിക്കും? നമ്മുടെ പ്രിയപ്പെട്ട വീടിൻ്റെ അതിരൊന്ന് മാന്തട്ടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരായ പലതും നടക്കട്ടെ, അപ്പോൾ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൻ്റെതായ കൈപ്പേറിയ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ എന്ത് ദിശമേ പാടാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ഇവിടെ വളരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അബ്രഹാം പിതാവ് വിനയമുള്ള ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ഇതേ സംഭവമാണ് 19-ാം അധ്യായത്തിൽ ലോത്തും ചെയ്തത്. ആ ദൂതന്മാരെ കണ്ടപ്പോൾ അവരെ കണ്ട് നിലം വരെ കുനിഞ്ഞ് അവരെ സ്വാഗതം ചെയ്തു. രണ്ടും ഒന്നാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അബ്രഹാം പിതാവ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ലോത്ത് ചെയ്തത്. പക്ഷെ ലോത്ത് ചെയ്തതിൻ്റെ അവസാനം നാശകരമായ അനുഭവമായിരുന്നു. കാരണം ലോത്ത് അഭിനയമായിരുന്നു. അബ്രഹാം പിതാവ് കണ്ടപ്പോൾ ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിച്ച് നിലം വരെ കുനിഞ്ഞത് അത് യഥാർത്ഥത്തിൽ സത്യമായിരുന്നു. എന്നാൽ ലോത്ത് ചെയ്തത് അതുപോലെ അനുകരിച്ചുവെങ്കിലും അതൊരു അഭിനയമാണ്. ഇന്ന് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു 70% അഭിനയമല്ലേ എൻ്റെ ജീവിതം. ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന കൈക്കൊണ്ട് പടിഞ്ഞാറോട്ട് ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് മാർക്ക് എത്രയാണെന്നറിയാമോ? 100-ൽ 100 മാർക്കാണ്. എത്ര ഭവ്യതയോടുകൂടെ, എത്ര വിനയത്തോടെ പടിഞ്ഞാറോട്ട് നടന്നു പോകുന്നു. എന്നാൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ, എൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മാർക്ക് എത്രയാണ്, എൻ്റെ മക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മാർക്ക് എത്രയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു അഭിനയത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ വിനയം എന്നുള്ളത് വലിയൊരു അനുഭവമാണ്. വിനയത്തെ നശിപ്പിക്കുന്ന വലിയൊരു ക്യാൻസറാണ് അഹങ്കാരം. 2 ദിനവൃത്താന്തം 26:4 വീട്ടിൽ ചെന്ന് വായിക്കണം. 16 വയസ്സായ +2കാരനായ ചെറുക്കൻ ഒരു ഇസ്രായേലിലെ രാജാവായിട്ട് വരിക. അമസ്യാവിൻ്റെ മകൻ ഉസ്സിയാവ്. വെറും 16 വയസ്സേ ഉള്ളൂ. 8ഉം പൊട്ടും തിരിയാത്തൊരു കൊച്ചു പയ്യൻ. ലോകം പറഞ്ഞു, ഈ ചെറുക്കൻ എന്ത് ചെയ്യാനാ? എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, 52 വർഷം അവൻ ഇസ്രായേലിനെ ഭരിച്ചു. ഇസ്രായേലിലെ പാലും തേനും ഉള്ള രാജ്യഭരണം കാഴ്ചവെച്ചു. അവൻ്റെ പേര് അതിവേഗം ബഹുദൂരം വളർന്നു.
ലോകമെമ്പാടും അവനെക്കുറിച്ച് പറയാനായി. കാരണം അത്രയും മിടുക്കനാണ്. കാരണം അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചതിന്റെ ഫലമായി അവൻ ഇസ്രായേൽ 52 വർഷം അവൻ ഭരിച്ചു. എന്നാൽ നിങ്ങൾക്കറിയോ 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ ബലവാനാണെന്ന് തോന്നിയപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് ഭവിച്ചു. വിനയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ അനുഗ്രഹം കൊണ്ട് നിറച്ചു. എന്നാൽ എല്ലാം തികഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് ധൂപകലശം വെച്ചുകൂടാ? എനിക്ക് എല്ലാവിധ അധികാരമുണ്ടല്ലോ, എല്ലാവിധ കഴിവും എനിക്കുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൂടാ? കരാട്ട പഠിച്ച 80 അസര്യ പുരോഹിതന്മാർ തടഞ്ഞു വെച്ചു. രാജാവേ, ഗോ ബാക്ക്, ഇത് രാജാവിന് പറ്റിയതല്ല, അഭിഷേകം പ്രാപിച്ചവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വിശുദ്ധ കുർബാന, ധൂപകലശം നിങ്ങൾക്കുള്ളതല്ല, പോകാൻ പറഞ്ഞു. അഹങ്കാരത്തിൻ്റെതായ വലിയ അനുഭവത്തിൽ നിൽക്കുന്ന രാജാവ് കോപിച്ചു എന്നാ പറഞ്ഞ പുരോഹിതന്മാരോട്. ആ കോപിച്ച നിമിഷത്തിൽ വിശുദ്ധ മൂറോനാൽ അലങ്കരിക്കപ്പെട്ട നെറ്റിത്തടത്തിൽ കുഷ്ഠം പൊങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് അഹങ്കാരത്തിന്റെ വലിയൊരു അനുഭവത്തിലാണ് നമ്മുടെ യുവതലമുറകൾ. ഇന്ന് പല മാതാപിതാക്കളും കൗൺസിൽ വരുമ്പോൾ പറയുന്ന വാചകം എന്താണെന്നറിയോ? സാറേ, എൻ്റെ മകന് അനുസരണയില്ല, വിനയമില്ല, വിധേയമില്ല. ഞാൻ അവരോട് ഒറ്റ കാര്യമേ പറയുന്നത്, ഒരു കഥ പറയും ഞാൻ അവരോട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കാത്തതിന് കാരണം ചെയ്യാൻ? മോറിയ മലയിൽ അപ്പൻ പറഞ്ഞു, മോനെ, നീ യാഗത്തിൽ പീഠത്തിൽ കിടക്കണം, നിന്റെ കഴുത്തിലാണ് കത്തി വെക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം അവിടെ വെച്ച് പറഞ്ഞപ്പോൾ അബ്രഹാമിനെ തള്ളിയിട്ട് ഈ മകൻ ഓടിയില്ല. അപ്പ പരോക്ഷമായി പറയുന്നു, അപ്പ അങ്ങനെയാണെങ്കിൽ അപ്പൻ എൻ്റെ കൈ കെട്ടണം, അപ്പ എൻ്റെ കാല് കെട്ടണം, അപ്പ. അപ്പൻ കത്തി ഉയർത്തി എൻ്റെ കഴുത്തിൽ വെക്കുമ്പോൾ ഹൃദയം പിടയ്ക്കുവാൻ സാധ്യതയുണ്ട്, ഞാൻ പിടയ്ക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പിടയ്ക്കാതെ യാഗം നടക്കുവാൻ എൻ്റെ കൈയും കാലും കെട്ടണമെന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയാവോ? അതിന് കാരണമുണ്ട്. ഈ അപ്പനെ ഈ മകൻ അനുസരിക്കാൻ കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി 12-ൽ അബ്രഹാം കാണാത്തതും ദൈവം കണ്ടതുമായ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും തിരിച്ചു ചോദിക്കാതെ ഒരു പൊട്ടനെ പോലെ അനുസരിച്ചതാണ് ഈ അബ്രഹാം പിതാവ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അനുസരിക്കും. എൻ്റെ കുഞ്ഞ് എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നില്ല. അബ്രഹാം പിതാവ് ദൈവത്തെ അനുസരിച്ചപ്പോൾ അവൻ്റെ സന്തതി അവനെ അനുസരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ വിനയത്തിൻ്റെ അനുഭവങ്ങൾ ഒരേ നമുക്ക് കാണുവാൻ സാധിക്കും. ലോത്തുമായിട്ടുള്ള സംഘർഷാവസ്ഥ വന്നപ്പോൾ അവിടെ വേണമെങ്കിൽ പറയാൻ, ലോത്തെ, ഞാനല്ലേ ഇറങ്ങി തിരിച്ചത്, നീ എൻ്റെ കൂടെ വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്തേ. അല്ല, നിനക്ക് ഇഷ്ടമുള്ളോടത്ത് നീ പോവുക. ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 100 കല്യാണം നടക്കുമ്പോൾ 30 കല്യാണം 3 മാസത്തിനുള്ളിൽ ഡൈവോഴ്സിനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിനെല്ലാം കാരണം പഠിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ: ഒന്ന് വിട്ടുപിടിച്ച് തയ്യാറാകുന്നില്ല, ഒന്ന് വിനയപ്പെടാൻ മനസ്സ് കാണിക്കുന്നില്ല. ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ, ഒന്ന് വിനയപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വിഷയം മാറുമായിരുന്നു. ഒന്ന് വിനയപ്പെട്ടിരുന്നുവെങ്കിൽ എൻ്റെ അപ്പൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് വിനയപ്പെട്ടിരുന്നുവെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോകത്തില്ലായിരുന്നു. ഒന്ന് വിനയപ്പെട്ടിരുന്നുവെങ്കിൽ എൻ്റെ മക്കൾ എന്നെ വിട്ടു പോകത്തില്ലായിരുന്നു. വിനയപ്പെടാനുള്ള മനോഭാവമില്ല നമുക്ക്. പഴയ കാലങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയുടെ അനുഭവം ഉണ്ടായിരുന്നു. അന്ന് വിനയപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അബ്രഹാം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹിതനാകുള്ള രണ്ടാമത്തെ കാരണം, അബ്രഹാം പിതാവിൻ്റെ ജീവിതം വിനയമുള്ളതായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 18-ാം അധ്യായം 5-ാം വാക്യം, ഇരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. മതി. അബ്രഹാമിന്റെ ദിവസത്തിന്റെ പ്രത്യേകത, ഉണരുമ്പോൾ ദൈവസാന്നിധ്യം കാണുന്ന ദിവസങ്ങളായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത വിനയമുള്ള, ഹമ്പിളുള്ള ജീവിതമായിരുന്നു. മൂന്നാമത്, അബ്രഹാമിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ദൈവമക്കളെ കരുതുന്ന സ്വഭാവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് സഭ വളർന്നത്, സഭ ജീവിച്ചത് വെല്ലുമ്മച്ചിയുടെ പിടിയേരി കൊണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പിടിയേരി കൊടുത്ത് വളർത്തിയ സഭയാണ് നമ്മുടെ സഭ.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആദ്യകാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരു മടിയുമില്ലാത്ത മാതാപിതാക്കൾ, ദൈവത്തിന് വേണ്ടി കരുതിയവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് സ്വാർത്ഥതയുടെ ഒരു വലിയ കുഴിയിലാണ് ഞാനും നിങ്ങളും. ഞാൻ പറയുന്നു, ഞാൻ ഈ സ്വാർത്ഥതയാകാൻ കാരണം ഞാൻ 2 മതിലിനകത്ത് ജീവിക്കുന്നതുകൊണ്ടാണ്. ഒന്ന്, എൻ്റെ വീടിന് ചുറ്റും മനോഹരമായ ഭിത്തിയുള്ള മതിൽ. 2, എൻ്റെ ജീവിതത്തിന് ചുറ്റും കരിങ്കല്ലിനേക്കാൾ ശക്തമായിട്ടുള്ള സ്വാർത്ഥത എന്ന മതിൽ. ഈ സ്വാർത്ഥത മതിൽ കിടക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതം ഒരു സ്വാർത്ഥപരമായ ജീവിതത്തിലേക്ക് പോവുകയാണ്. എന്തിനേറെ എൻ്റെ പ്രാർത്ഥന പോലും സത്യത്തിൽ സ്വാർത്ഥതയല്ലേ. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ അതിൽ കേൾക്കാൻ 100 കണക്കിന് വാക്ക് എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക്. ഞാൻ കേരളത്തിൽ പറയും, മാർത്തോമക്കാരനായ എൻ്റെ പ്രാർത്ഥന പ്രൈവറ്റ് ബസിന്റെ റൂട്ട് പോലെയാ. കൊട്ടാരക്കരയിൽ നിന്നൊരു വാഹനമെടുത്ത് എളമ്പൽ വഴി പുനലൂർ വന്ന് അവസാനിക്കും. അതാണ് ബസിന്റെ റൂട്ട്. എളമ്പൽ വരുമ്പോൾ എളമ്പിൽ നിന്നും 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു സ്റ്റോപ്പിൽ 10 പേര് ബസ് കാത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചെന്ന് പറയണം, ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അകലെ കുറച്ച് പേര് ബസ് കാത്ത് ഉണ്ട് കൊട്ടാരക്കരയിൽ. ആ ഡ്രൈവറോട് പറഞ്ഞാൽ ഡ്രൈവർ പറയുമോ, വരുമോ? ഇല്ല. ഡ്രൈവർ പറയും, സാർ ഞങ്ങൾക്കൊരു റൂട്ടുണ്ട്, കൊട്ടാരക്കര എളമ്പൽ പുനലൂർ, ഇത് ഞങ്ങളുടെ റൂട്ടാണ്, ഇതിനപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് റൂട്ടുണ്ട്. ഇന്ന് ഇതാണ് എൻ്റെ പ്രാർത്ഥന. അഞ്ചലുള്ള എൻ്റെ വീട്ടിൽ തുടങ്ങി മോളെ കെട്ടിച്ച ചെന്നൈയിലേക്ക് പോയി, പപ്പയുടെ പെങ്ങൾ താമസിക്കുന്ന ബോംബെയിലേക്ക് പോയി, അവിടുന്ന് നേരെ ബാംഗ്ലൂരിലുള്ളതായ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോയി, ചേപ്പാടുള്ള മാവിയുടെ വീട്ടിൽ പോയി, തിരിച്ചെൻ്റെ വീട്ടിൽ വരും വണ്ടി. ചെന്നൈയിൽ നിന്നും അതുപോലെ മദ്രാസിൽ നിന്നും ബോംബെ നല്ല ഒരേ റൂട്ടിൽ പോയി തിരിച്ച് എൻ്റെ വീട്ടിൽ 5-ൽ വന്ന് നിൽക്കും എൻ്റെ വീട്ടിലെ പ്രാർത്ഥന വണ്ടി. പ്രൈവറ്റ് ബസിന്റെ റൂട്ട് പോയില്ല. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവര്, ഇന്നത്തെ പ്രാർത്ഥന വണ്ടിയുടെ ദിശ മാറ്റണം. അറിയപ്പെടുന്ന ക്യാൻസർ രോഗികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കേട്ടാൽ ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥന വണ്ടി ആ വീട്ടിലോട്ട് കയറണം. അറിവിൽ ആരെങ്കിലും രോഗിയായി കിടക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ സന്ധ്യാസമയത്തെ പ്രാർത്ഥന വണ്ടി ആ ഭവനത്തിലേക്ക് കയറണം. പല ഭവനങ്ങളിലും കയറി ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഗുണം എനിക്കാണ്. 42 അധ്യായം 10-ാം വാക്യം വരെ ഇയ്യോബിന് സൗഖ്യമില്ല. കാരണം ഇയ്യോബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 42-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആ ഇയ്യോബ് പ്രാർത്ഥനയുടെ ദിശ മാറ്റി. അവൻ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് സൗഖ്യം കിട്ടി. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരേ റൂട്ടിൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകുന്ന പ്രാർത്ഥന വണ്ടി ഇന്ന് മാറണം. നമ്മൾ ഓർത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ പോകുന്ന പ്രാർത്ഥന വണ്ടി ഒരേ ദിശയിലായിരിക്കും. അതുകൊണ്ട് സ്വാർത്ഥത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ടൊരു വാർത്തയാണ്. നേത്രാവതി എക്സ്പ്രസ് കൊല്ലത്ത് വന്ന് നിന്നപ്പോൾ ഒരു അപ്പനും 2 മക്കളും അമ്മയും ചേർന്ന് അവർ കൊണ്ടുവന്ന ചപ്പാത്തിയുടെ പൊതി അഴിച്ച് കഴിക്കാൻ തുടങ്ങുക. മനോഹരമായ 2 ചപ്പാത്തിയുണ്ട്, ചിക്കൻ കറിയുമുണ്ട്. ഇതിൻ്റെ മണം വന്നുകൊണ്ടായിരിക്കും ഒരു അനാഥരായ കീറിയ ടൗസറിട്ട ഒരു കൊച്ചു പയ്യൻ ഷട്ടറിൻ്റെ അവിടെ നോക്കി നിന്നു. ഇത് കണ്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു, അമ്മേ, ഒരു ചെറുക്കൻ നോക്കി നിൽക്കുന്നു. അമ്മ ഒന്നും മടിച്ചില്ല, ഷട്ടർ അങ്ങ് താഴ്ത്തി. ഷട്ടർ താഴ്ത്തിയതിനു ശേഷം ഈ അമ്മ ആഹാരം കഴിച്ച് ഷട്ടർ അങ്ങ് പൊക്കി ബാക്കിയുള്ള ഉച്ഛിഷ്ടം പൊതിഞ്ഞ കടലാസ് അവർ വലിച്ചു ദൂരോട്ട് എറിഞ്ഞു. അപ്പോഴും അനാഥനായ ബാലൻ പോയില്ല. അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അവൻ ഓടിച്ചെന്ന് ആ പൊതിയെടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഭാഗ്യം, ഇവർ കഴിച്ച കൈ തുടച്ച മനോഹരമായൊരു ചപ്പാത്തി ചുരുണ്ട് കിടക്കുന്നു. ആ ചപ്പാത്തി അവൻ എടുത്ത് അവൻ കഴിക്കാൻ വേണ്ടി വായിലോട്ട് കൊണ്ടുപോകുന്ന സമയമായപ്പോൾ പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു, ഒരു കരച്ചിൽ കേട്ടു. അവന് മനസ്സിലായി, ഇവനെ പോലെ അനാഥനായി ഓടി നടക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനോട് ഓടി നടക്കുന്ന ഒരു നാടൻ പട്ടി. ഇവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ ചപ്പാത്തി 2ആയിട്ട് മുറിച്ചിട്ട് പകുതി ഈ നാടൻ ഈ തെരുവിലൂടെ നടക്കുന്ന ഈ പട്ടിക്ക് കൊടുത്തു, പകുതി കുഞ്ഞു കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വാർത്ഥയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് ഷെയർ ചെയ്യാൻ അറിയത്തില്ല. കുടുംബജീവിതം തകരുവാനുള്ള കാരണം അവിടെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം ആർക്കും കടക്കാരനല്ല. വേദോസം പഠിക്കുമ്പോൾ 10 ലക്ഷം രൂപയാണ്
ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഒരു ഉപദേശിക്ക് വേണ്ടി ചെലവാക്കിയത്? ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശൂനവും കാര്യത്തി. ഒരു സൈഡ് റൂം, കട്ടിൽ, ഒരു മേശ, നിലവിളക്ക് കണക്കൂട്ടിയാൽ 10 ലക്ഷം രൂപ വരും. 10 ലക്ഷം രൂപ ഒരു ഉപദേശിക്ക് വേണ്ടി ഇവൾ ചെലവിട്ടപ്പോൾ ഇവൾക്ക് കിട്ടിയ ഗുണമാണ് അടച്ചു വെച്ച ഗർഭപാത്രം ദൈവം തമ്പുരാൻ തുറന്നു കൊടുത്തു. നമ്മൾ കൊടുക്കുന്ന ഒന്നും നഷ്ടമായി പോവുകയല്ല. നമ്മുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ കൊടുത്ത കണ്ണുനീരും ദൈവസന്നിധിയിൽ കൊടുത്തതായ എല്ലാ അനുഭവങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് കരഞ്ഞ് കണ്ണുനീരോട് ദൈവസന്നിധിയിൽ ലഭിച്ചുള്ള അനുഗ്രഹങ്ങളാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ദമാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ വർഷം. അവിടെ 80 വയസ്സായ അപ്പച്ചനും 75 വയസ്സായ അമ്മച്ചിയും. ഞാൻ ചോദിച്ചു, അപ്പച്ച നാട്ടിലോട്ട് പോകുന്നില്ലേ? അപ്പം എന്നോട് പറഞ്ഞൊരു വാക്ക്, സാറേ ഈ മകൻ എന്നെ വിടുന്നില്ല സാറേ, സാറൊന്ന് പറ. ഞാൻ ആ മോനോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ അപ്പനും അമ്മനെ നാട്ടിലോട്ട് വിടാത്തത്? ഈ മോനൊരു അനുഭവം പറഞ്ഞു. സാറേ, വർഷങ്ങൾക്ക് മുമ്പ് ചെളിക്കണ്ടത്തിൽ കൃഷി ചെയ്ത അപ്പനും അമ്മയാണ് ഞങ്ങളുടെ. അന്ന് എൻ്റെ അപ്പൻ മുട്ടുമേൽ നിന്ന് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ചേമ്പ് വിറ്റ്, ചേന വിറ്റ്, കാച്ചിൽ വിറ്റ്, വാഴ വിറ്റ് ഒരു കൊട്ടാരം പണിയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. എൻ്റെ കൊച്ചുമക്കളുടെ കാലത്ത് കർത്താവേ നീ ഒരു കൊട്ടാരം കൊടുക്കണം കർത്താവേ. കർത്താവേ സൈക്കിൾ പോലും മേടിക്കാൻ നിർവാഹമില്ല എൻ്റെ വീട്ടിൽ, പക്ഷേ എൻ്റെ മക്കളുടെ കാലഘട്ടത്തിൽ നല്ലൊരു വാഹനം കൊടുക്കണം. സാറേ, പലവട്ടം ഞാൻ ഈ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, വെല്ലുപ്പച്ചൻ്റെയും വെല്ലുമിച്ചയുടെയും പ്രാർത്ഥനയും കേട്ടിട്ടുണ്ട് സാറേ. സാറേ, കാലം മാറി. ഞാൻ ഇന്ന് താമസിക്കുന്ന 2.5 കോടി വിലയുള്ള ഫ്ലാറ്റാണ് സാർ. ഞാനിന്ന് ഉപയോഗിക്കുന്ന 1.5 കോടി വിലയുള്ള വാഹനത്താണ് സാറേ. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ കണ്ണുനീര് മാനിച്ചിട്ടാ ദൈവം എനിക്ക് തന്നതെങ്കിൽ അവർ അനുഭവിക്കണം, അവർ കാണട്ടെ സാറേ. എത്ര അനുഭവകരമായ അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുതിയാൽ ദൈവം ഒരിക്കലും കടക്കാരനല്ല എന്ന് ജീവിത അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ അവൻ ഓരോ ദിവസവും ദൈവത്തെ നോക്കി പാട്ടുപാടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൊന്നുമുഖം നോക്കി ഉണരുകയും കിടക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിരുന്നു. കൂടാരങ്ങൾ മാറ്റി 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 അടയ്ക്കുമ്പോഴൊന്നും അവൻ പിറുവിറുത്തുകൊണ്ടല്ല അടിച്ചത്. 75-ാമത്തെ വയസ്സിൽ കൊടുത്തു, 80-ൽ കിട്ടിയില്ല, 85 കിട്ടിയില്ല. പോകുന്ന വഴിയിലൊന്നും പിറുവിറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നു, അബ്രഹാം പിതാവ് ദൈവസന്നിധിയിൽ ഒരു നല്ല പ്രാർത്ഥനയുള്ള ഒരു ദൈവം. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന അംഗീകാരം പോലും ലഭിച്ചു കഴിഞ്ഞത്. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് വിനയമുള്ള ജീവിതം. വിനയമുള്ള ജീവിതം ആരൊക്കെ ദൈവസന്നിധിയിൽ കാണിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറയും, ആദ്യകാലങ്ങളിൽ ഫ്ലാറ്റിൽ വന്ന് ദുബായിലും ഷാർജയിലും ഇറങ്ങുമ്പോൾ നമുക്ക് വിനയവും വളരെ ഭയഭക്തിയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അന്നത്തെ പ്രാർത്ഥനയുടെ ആഴവും പെരുപ്പവും ഇപ്പോൾ ഉണ്ടോ? ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ അപ്പൻ കള്ളു കുടിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ അമ്മ 4 പാട്ട് പാടുമായിരുന്നു. പെൺമക്കളെ കെട്ടിക്കാൻ നിർവാഹമില്ലാത്ത കാലഘട്ടത്തിൽ അത് വലിയ സങ്കീർത്തനം വായിക്കുമായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ അന്ന് 3 പേര് 4 പേര് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഞാൻ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പൻ്റെ കള്ളുകൂടി മാറി പാട്ടിൻ്റെ എണ്ണം എത്രയാണ്? ദാരിദ്ര്യം മാറി, ആവശ്യത്തിന് സാമ്പത്തികം വന്നു, ആ വേദവസം വായനയുടെ ആഴവും പെരുപ്പും എത്രയാണ്? കുഞ്ഞുങ്ങളുടെ കയ്യിൽ വേദവസം കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഓടിക്കുകയാണ് ചെറിയ സങ്കീർത്തനം കിട്ടാൻ വേണ്ടി. അപ്പോൾ പ്രാർത്ഥനയുടെ ആഴമൊക്കെ നഷ്ടപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് നല്ല വിനയമുള്ള ഒരു ദൈവവൈതലായിരുന്നു. മൂന്നാമത്, അബ്രഹാം പിതാവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ദൈവത്തിന് ദൈവമക്കളെ കരുതുന്ന സ്വഭാവമാണ്. 6000 രൂപയുടെ ഒരു കുഞ്ഞാടിനെ കൊടുത്ത ഒരു കാളക്കുട്ടിയെ കൊടുത്തപ്പോൾ ദൈവം തമ്പുരാൻ കണക്ക് മറന്നിട്ടില്ല. സീൻ എന്ന മരുഭൂമിയിൽ 20 ലക്ഷം കുഞ്ഞാടുകൾ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഇളം സന്തതികൾ അപ്പമില്ലാതെ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം കണക്കിൻ്റെ പുസ്തകം പുറകോട്ട് തുറന്നു നോക്കി. അബ്രഹാം പിതാവ് 3 ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അടചുട്ട് കൊടുത്ത ആ വലിയ കണക്ക് പുസ്തകം ദൈവം തമ്പുരാൻ തുറന്നു. എല്ലാവർക്കും ദൈവം തമ്പുരാൻ ആഹാരം കൊടുത്തു. അബ്രഹാം പിതാവ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറി എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്നു, അബ്രഹാം പിതാവ് അവൻ്റെ തലപൊക്കി നോക്കിയപ്പോൾ ദൈവം തമ്പുരാൻ്റെ സാന്നിധ്യം കാണുന്ന അനുഭവങ്ങളായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത വിനയമുള്ള ജീവിതമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് ദൈവസന്നിധിയിൽ കരുതുന്നതാണ്. എൻ്റെ മാതാപിതാക്കൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ചെലവിട്ടത് ഞാൻ അനുഭവിക്കുമെങ്കിൽ 40 വർഷം കഴിയുമ്പോൾ എൻ്റെ മക്കൾ
ഈ പറയപ്പെടുന്നതായ സന്തോഷകരമായ അനുഭവത്തിലായി തീരുവാൻ സാധിക്കുമോ? കണ്ണുനീര് കണ്ടാൽ മറികടക്കാത്ത ദൈവം. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ വീട്ടുകളിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പറ്റെന്ന് പറയുന്നത് പരാജയം വരാനുള്ള കാരണം വേദപുസ്തകത്തിൽ അനേകർ നിലവിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പരാജയം നമ്മൾ കരയുന്നവരാണ്. കരച്ചിലും നിലവിളിയും രണ്ടാണ്. നിങ്ങൾ നാരങ്ങയുടെ ഒരു തൊലി തന്നാൽ ഞാനിപ്പോൾ കരഞ്ഞു കാണിക്കാം. ഒരു ചെറിയ ഉള്ളി തന്നാൽ ഞാൻ കരഞ്ഞു കാണിക്കാം. കാരണം കരയാൻ കാരണങ്ങൾ വേണ്ട. നിലവിളിക്കണമെങ്കിൽ അകത്ത് മുറിവുകൾ സംഭവിക്കണം. പഴയ പിതാക്കന്മാർ നിലവിളിച്ചുകൊണ്ടായിരുന്നു കുടുംബം പോറ്റിയത്. ഇന്ന് നിലവിളിയില്ല. ഇന്ന് നിലവിളിയുണ്ട്. RCC സെന്ററിൽ, തിരുവനന്തപുരം RCC സെന്ററിൽ ചെല്ലുമ്പോൾ പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് കരയുന്ന നിലവിളിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നിലവിളിയില്ല. നിലവിളിച്ചുകൊണ്ട് ആരൊക്കെ ദൈവസേനയിൽ വന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവജന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോൾ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറിയത്? 1, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ കണ്ടു. അവൻ്റെ ദിവസത്തിൻ്റെ പ്രത്യേകത ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതായിരുന്നു. 2, അബ്രഹാം നിലം വരെ കുനിഞ്ഞു. വിനയമുള്ള ഒരു ദൈവ പൈതലായിരുന്നു. അബ്രഹാം ദൈവമക്കളെ കരുതുന്നതായിരുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു നിമിഷം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തലപൊക്കി നോക്കി പ്രാർത്ഥിക്കുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. കർത്താവേ, ഇന്ന് ഞാൻ ദൈവത്തിന് 8ാം സ്ഥാനമാണ് തന്നിരിക്കുന്നത്. ഒരു കാലത്ത് പാട്ടുപാടി പ്രാർത്ഥിക്കാതെ ആ വീട്ടിൻ്റെ റൂമിൽ നിന്ന് ഞാൻ എഴുന്നേക്കില്ലായിരുന്നു. ഒരു കാലത്ത് ദൈവമേ പാട്ടുപാടി ആരാധിക്കാതെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകത്തില്ലായിരുന്നു. ഫ്ലാറ്റിൽ വന്ന് ആദ്യമായിട്ട് ഞാൻ താമസിക്കുമ്പോൾ ആദ്യകാലം ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ ഓർക്കുന്നു. കർത്താവേ, നിൻ്റെ മുഖത്ത് നോക്കി എത്രയോ വട്ടം ഞാൻ കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, എത്രയോ വട്ടം ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. കർത്താവേ, എന്നാൽ ആ നിലവിളിയുടെ ആഴവും പെരുപ്പവും നഷ്ടമായിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, അബ്രഹാം പിതാവ് നല്ല വിനയമുള്ള ഒരു ദൈവ പൈതലായിരുന്നു. ദൈവമേ, എൻ്റെ വാക്കുകളിൽ വിനയമുണ്ടോ? എൻ്റെ നോട്ടത്തിൽ വിനയമുണ്ടോ? കർത്താവേ, എൻ്റെ സംസാരത്തിൽ വിനയമുണ്ടോ? കർത്താവേ, വിനയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിനയത്തോടെ നിൻ്റെ സന്നിധിയിൽ വരുവാൻ ഈ ദിവസങ്ങളിൽ എന്നെ സഹായിക്കണം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, അബ്രഹാം പിതാവ് കരുതുന്ന ഒരു ദൈവ പൈതലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തെ കരുതുവാൻ, ദൈവമക്കളെ കരുതുവാൻ, ഈ ശുശ്രൂഷയെ കരുതുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൊടുക്കുന്ന ഓരോ രൂപയും, ദൈവനാമത്തിൽ കൊടുക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളവും ദൈവം കണക്ക് നോക്കാതെ അമർത്തി കുലുക്കി തരുന്ന ദൈവമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന കൈത്താങ്ങലുകൾ ഞങ്ങളുടെ തലമുറകൾക്ക് സന്തോഷകരമായ അനുഭവം വരുമെന്ന് കേൾപ്പിച്ചല്ലോ കർത്താവേ. ദൈവമേ, ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. ചേർന്ന് പാടാം. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. നല്ലവനായ ദൈവമേ, വിശ്വസനായ കർത്താവേ, വിശ്വാസികളുടെ പിതാവേ അബ്രഹാമിനെ പോലെ ദൈവമേ വിനയമുള്ളവരായി, കർത്താവേ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയുള്ളവരായി, കർത്താവേ ദൈവത്തെ കരുതുന്ന ദൈവമക്കളെ കരുതുന്നവരായി ജീവിപ്പാൻ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും എനിക്ക് അവസരം തന്ന സ്നേഹവും ബഹുമാനമുള്ള MG തോമസ് സാറിനോടും എൻ്റെ സംഘാടകരോടും നന്ദിയിരിക്കുന്നു. എന്നവരെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൂത് ദൈവം നമുക്ക് തന്നല്ലോ. അബ്രഹാം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറി. എങ്ങനെ സ്നേഹിതനായി മാറി എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ കേൾപ്പിച്ചു. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. 3 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ആ സ്വഭാവ വിശേഷതകൾ നമ്മൾ ഉണരുമ്പോൾ
എന്താകുന്നു നമ്മൾ കാണുന്നത്? നമ്മുടെ ജീവിതത്തിന് വിനയവും താഴ്മയുള്ള ജീവിതമാകുന്നു. നമ്മൾ കരുതുന്ന കാര്യത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുവാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരത്തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി നമ്മളെ വചനം കേട്ട് അത് ജീവിതത്തിൻ്റെ അനുഭവമായി തീരാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ ശ്രീകുമാർ ക്ലോസിംഗ് പ്രയർ ചെയ്തു. പ്രാർത്ഥിക്കാം. നമുക്ക് മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ, അവിടുത്തെ വലിയ സ്നേഹമായിരുന്നല്ല പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഞങ്ങളുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും വേണ്ടി മരിച്ച് ഞങ്ങൾ പ്രത്യാശയ്ക്കായി ഉയർത്തെഴുന്നേറ്റ് നിത്യജീവനായി വീണ്ടും വരാമെന്ന് പറഞ്ഞ ദൈവസ്നേഹത്തിന്റെ മറവിൽ അവിടുത്തെ കുഞ്ഞുങ്ങളായിരിക്കും ഞങ്ങൾ കർത്താവെ ഒന്നിച്ചുകൂടി ദൈവമേ ഹല്ലേലൂയ പാട്ടുകൾ പാടി അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും അനവധി വിഷയങ്ങൾ കർത്താവെ മധ്യസ്ഥാനപ്പാനും സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ല കർത്താവെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇരുന്ന ശേഷം കർത്താവെ തന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ നൽകി കർത്താവെ ഹല്ലേലൂയ. ലോകത്തിന് ഞങ്ങൾ സ്നേഹിതരാകുമ്പോൾ, ഞങ്ങൾക്കൊന്നും ലാഭമില്ലാതെ കർത്താവെ പോകുമ്പോൾ, ദൈവത്താലുള്ള സ്നേഹത്താൽ നല്ലൊരു സ്നേഹിതനായി തീരുവാൻ തക്കവണ്ണമുള്ള സകല യോഗ്യതകളെയും ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. നല്ല സ്നേഹിതനായി ഹല്ലേലൂയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ദൈവമായ ജീവിതത്തിൽ എല്ലാ കാലത്തും എല്ലാത്തിലും കൊണ്ട് നടപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ അങ്ങയുടെ മുഖം കാണുവാൻ ഹല്ലേലൂയ. ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവേ ജീവിത സാഹചര്യം കടന്നു വരുമ്പോൾ വിനയത്വമുള്ളവരായി തീരുവാൻ ഹല്ലേലൂയ. സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുമ്പോൾ കർത്താവെ സഹായിക്കുന്നവരായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ ദൈവർക്കായി സ്തോത്രം. കടന്നു വന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരെ പേരുവരായി കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അവരുടെ തലമുറകൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടണമേ. മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നത് കർത്താവേ, കുഞ്ഞുങ്ങളുടെ മേൽ ദൈവമേ അതിന്റെ അഭിഷേകം നിലനിർത്തണമേ. ഈ ദുഷ്ടലോകത്തെ ദൈവമേ അവരൊന്നും നഷ്ടപ്പെട്ടു പോകാനിടവരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ മുഖാന്തരം തലമുറ മുഖാന്തരം കർത്താവിന്റെ നാമത്തെ നിലനിർത്തുവാനും അനേകരെ ക്രിസ്തുവെ നേടുവാനും സഹായിക്കണം കർത്താവെ. ലീഡ് ചെയ്തതിന്റെ ദാസനായി സ്തോത്രം കർത്താവേ. നരയ്ക്കുവോളം ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞ ദൈവവാക്തത്തിനായി സ്തോത്രം. ദൈനംദിനമായ ദൈവമേ ബലവും ആരോഗ്യം കൊടുക്കണമേ കർത്താവേ. ഇരുട്ട് ബലത്തോട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ സകലേ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വം അങ്ങെടുക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തുതിക്കുന്നു. ഒരിക്കലൂടെ ദൈവം പറഞ്ഞ നിന്റെ ദാസനെയും കുടുംബത്തെ ഏൽപ്പിക്കുന്ന കർത്താവേ, വീണ്ടും അനേകർക്ക് പ്രയോജനവും കർത്താവേ ആശ്വാസമായി തീരട്ടെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചനായി നന്ദി പറയുന്ന സകലതും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്ന യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയ തോന്നണമേ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട്. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും വചനം ശുശ്രൂഷിച്ച അവിടുത്തെ കർത്തദാസനോടുകൂടിയും ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. പെരുന്നാഴ്ച നമുക്ക് പ്രയർ ഉണ്ടായിരിക്കുന്നതാണ്.